എന്നാ പോരാട്ടം എന്ന് പറയുന്നവർ അത് അഴിച്ചുവിട്ടിട്ട് പോകണ്ടേ? അത് അഴിച്ചുവിടുകയില്ല. പാസ്റ്റർമാരെന്ന് പറയും നിങ്ങൾക്കൊരു ഭയങ്കര പോരാട്ടം, അപ്പം തന്നെ പറഞ്ഞു ഇത് അഴിച്ചിട്ട് ഇവിടുന്ന് പോവുള്ളൂ. അല്ലെങ്കിൽ ഈ പോരാട്ടം ചിലപ്പോൾ ഒന്ന് തട്ടി വീണ ഉടനെ പറയാം പോരാട്ടം ഒന്ന് പാസ്റ്റർ പറഞ്ഞായിരുന്നു. നമ്മുടെ അടിമകളായി കഴിഞ്ഞു. അന്നേരം തന്നെ പറയണം, ആരെങ്കിലും നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞോണം ഇറക്കി വിട്ടിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഇനി അഥവാ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശവപ്പെട്ടി കണ്ടു പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പം സാമാന്യ സകല മനുഷ്യർക്കും ശവപ്പെട്ടി പേടിയാണ്. സത്യം പറയാൻ തിരിച്ചു പറയേണ്ടത് എൻ്റെ വീണ്ടെടുപ്പിൻ്റെ നാളെടുത്തിരിക്കുന്നതിനായി ഞാൻ സന്തോഷിക്കുന്നു. എത്രയും വേഗം എൻ്റെ പ്രിയനെ കാണാൻ ഞാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തേലും പ്രവചിക്കാൻ പറ്റുമോ? ഒന്നുമേ മുടിയാതെ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനടുത്ത് പ്രവാചകൻ പോലും മുട്ടുകൂട്ടിയിരിക്കും, പ്രവചിക്കാൻ പറ്റിയത്. എന്നോടൊരാൾ പ്രവചിച്ചാണ് നിങ്ങൾ എയ്റോപ്ലെയിനിൽ ഇറങ്ങാത്ത രീതിയിലുള്ള മിനിസ്റ്റർ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് എയ്റോപ്ലെയിനിൽ കയറി ഇറങ്ങിയേ പറ്റൂ, ഒന്ന് കുളിക്കാൻ പറ്റുമോ, അതിനകത്ത് നേരെ കാല് നീട്ടി ഒന്നിരിക്കാൻ പറ്റുമോ? ഇതിനകത്ത് കയറി ഇറങ്ങാത്ത മിനിസ്റ്ററി കൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ? അല്ലേ പിന്നെ ആ മലേഷ്യൻ എയർലൈൻസ് പോയവരോ പോകണം. ഞാൻ പുള്ളി പറഞ്ഞു നിങ്ങൾ ഇങ്ങനത്തെ പ്രവചനം പറഞ്ഞാൽ കാളവണ്ടിയെ പോയാലും എയ്റോപ്ലെയിനെ പോയാലും ഒരുപോലെ ആകണം എന്നാണ് ആഗ്രഹം. അങ്ങനെയൊന്നും അല്ല, ഇനി ഒരുപോലെ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനിടയിൽ നിങ്ങൾ വന്ന് പ്ലെയിനെ കൊണ്ടുവന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിക്കാൻ നിങ്ങളെ പറഞ്ഞു വിട്ട് ആരാന്ന് ഞാൻ ചോദിച്ചു. ഈ മോഹം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് യുവമാരെ വിടുന്ന ആരായിരിക്കും? പറ, ആരായിരിക്കും? അപ്പം ഇനി യുവമാർ പ്രവചിച്ച് അപ്പത്തന്നെ എഴുന്നേക്കണം, പറയണം ഇതിവിടെ നടപ്പാവില്ല സഹോദര എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഇവർ വഴിക്ക് വരത്തില്ല. അത്ര ഇല്ലല്ലേ? അഭിഷിക്തനെ തൊട്ടാൽ വല്ലതും സംഭവിക്കുമെന്ന് പേടിയായിരിക്കും. നിങ്ങൾ തന്നെയാണ് കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണികൾ എന്ന് പറയുന്നത്, വേറെ ആരുമല്ല. നമ്മളാണ്, വിശ്വസിക്കുന്നവരാണ്, മക്കളാണ്. ഓക്കെ, ഈ സ്വയനീതിയുടെ പ്രസംഗങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ഉന്നത്തെ മാറ്റിക്കളഞ്ഞു. എത്ര പേര് വിശ്വാസത്താൽ ക്രിസ്തുവിന് ഉന്നം വെച്ചാൽ ജീവിക്കുന്നത് നമ്മുടെ ഇടയിൽ? ആരുമില്ല. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഇടയിൽ ആരാ അതൊക്കെ ശ്രദ്ധിക്കുന്നേ? ബിക്കോസ് വി ആർ എൻചാൻറ്റഡ് ബൈ ദ വേൾഡ് ആൻഡ് ദ സക്സസ്ഫുൾ പാസ്റ്റേഴ്സ്. ആൾക്കാരെ ഒറ്റ സ്നാപ്പിൽ വീഴിക്കാൻ പറ്റുന്ന അത്ഭുത പ്രവർത്തകരിലേക്ക് ആളുകൾ മയങ്ങിയിരിക്കുകയാണ്. ക്രിസ്തുവിലേക്ക് ആരും നോക്കുന്നില്ല. രണ്ട് തരത്തിലാണ് നമ്മൾ ഓരോ അപ്പോസ്തലീയ ലേഖനങ്ങളെയും അപ്പോസ്തലീയ ലേഖന പാഠങ്ങളെയും കാണുന്നത്. അതിൽ ആദ്യത്തെ ഭാഗത്ത് പത്യോപദേശവും രണ്ടാമത്തെ ഭാഗത്ത് ധർമ്മോപദേശവുമാണ്. പത്യോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൗണ്ട് ഡോക്ട്രിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സൗണ്ട് ഡോക്ട്രിൻ അതായത് അത് ദൈവികമായ മർമ്മങ്ങളുടെ വ്യാഖ്യാനമാണ് ആദ്യ ഭാഗങ്ങളെല്ലാം. എന്നാൽ അവസാന ഭാഗത്ത് ധർമ്മോപദേശമാണ്. ധർമ്മോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ജീവിക്കണം, കള്ളം പറയരുത്, നിങ്ങളുടെ ജീവിതത്തിൽ പുലർത്തേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, ക്ഷമിക്കണം, കരുണ കാണിക്കണം, ഇതൊക്കെ നമ്മൾ ധർമ്മങ്ങളാണ്, നമ്മുടെ ധർമ്മങ്ങൾ. ഇത് രണ്ടാമതാണ്. എല്ലാ ലേഖനങ്ങളും നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്നത് ഈ പഠിപ്പിക്കുന്ന ലേഖനങ്ങളിലെല്ലാം പത്യോപദേശമാണ് പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത്, പിന്നീടാണ് ധർമ്മോപദേശം കൊടുത്തിരിക്കുന്നത്. ധർമ്മോപദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, പത്യോപദേശം മാത്രമേ പറഞ്ഞു തരേണ്ട കാര്യമുള്ളൂ. ധർമ്മോപദേശം നമുക്ക് അതിൽ നിന്ന് മനസ്സിലായിക്കോളും, അത് നിങ്ങൾ വായിച്ചാലും മനസ്സിലാവും. അതുപോലെ തന്നെ എഫ് എസ് ലേഖനത്തിൽ ആദ്യത്തെ 4 അധ്യായങ്ങൾ പത്യോപദേശമാണ്, പിന്നീടാണ് ധർമ്മോപദേശം തുടങ്ങുന്നത്. 4:25 മുതലാണ് ധർമ്മോപദേശം തുടങ്ങുന്നത്. എബ്രായ ലേഖനം ആദ്യത്തെ 13 അധ്യായങ്ങൾ, 13 ആകെ, ആ 13-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വരെ പത്യോപദേശമാണ്. അതിന് അവസാനം കുറച്ച് ഭാഗം മാത്രമാണ് ധർമ്മോപദേശമുള്ളത്. ഞങ്ങളെ നടത്തുന്നവരെ ഓർക്കുവിൻ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം പത്യോപദേശം എന്ന് പറയുന്നത് എന്താണ് സൗണ്ട് ഡോക്ട്രിൻ, ആരാണ് കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്, എന്താണ് ക്രിസ്തീയ നിയമങ്ങളുടെ ക്രിസ്തീയ ഉപദേശത്തിൻ്റെ സാരാംശം എന്താണ്, ഇതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട. അതിൽ നിന്നാണ് ധർമ്മോപദേശം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ലേഖനങ്ങളുടെയും തുടക്കം അങ്ങനെയാണ്. അപ്പോൾ നമ്മളും റോമ ലേഖനത്തിലെ പത്യോപദേശം മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രമാണ് ഈ 4 ദിവസം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത്. ഇപ്പോൾ റോമ ലേഖനം 4-ാം അധ്യായം വരെ ഇന്നലെ നമ്മൾ കണ്ടു. 5-ാം അധ്യായം തുടങ്ങുന്നത് ഈ വലിയ ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ഈ വലിയ ഭാഗ്യം? ദൈവവുമായി നമുക്ക് സമാധാനമുണ്ട് എന്നുള്ളതാണ് വലിയ ഭാഗ്യം. ഈ ദൈവവുമായുള്ള സമാധാനം എന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടതായിരുന്നില്ല. കാരണം നമ്മുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ നമുക്ക്
കഴിയുകയില്ലായിരുന്നു. നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയാൽ ഏത് ഒരു ദൈവദാസനെ ദൈവം ആദ്യം വിളിക്കുമ്പോൾ അവന് ദൈവത്തിന് മുന്നിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്കറിയാം. എല്ലാവരും ഭയങ്കരമായി വേദനിക്കും. ദൈവത്തെ കാണുന്നവർ പിന്നെ ജീവിച്ചിരിക്കില്ല എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വെളിപ്പാട്. ഇപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ വലിയൊരു അകലമുണ്ട്, അസമാധാനമുണ്ട്. ദൈവം നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ കണ്ടാൽ അവൻ നരകത്തിലിടുകയുള്ളൂ. അപ്പോൾ നമുക്കെല്ലാം ദൈവത്തെ നേരിടാൻ, ഞാൻ ആദ്യ ദിവസം പറഞ്ഞ പോലെ, ഒരു കള്ളൻ പോലീസുകാരനെ ഭയപ്പെടുന്നത് പോലെ ശിക്ഷാവിധിയെ നമ്മൾ ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവം ശരിക്കും വളരെ അകലത്തിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഒരു പാപി എപ്പോഴും കാണുന്നത്. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്നാണ്. എന്തുകൊണ്ടാണ്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഈ ഗിരിപ്രഭാഷണം മുഴുവൻ നോക്കിക്കേ. അതുപോലെ ധനവാനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സൂചിക്കുഴയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെല്ലാം പ്രവൃത്തിയാലായിരുന്നുവെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമായിരുന്നോ? ഒരു മനുഷ്യനും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. അതായത് നിങ്ങൾ 2 ഉടുപ്പുള്ളവനും ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാലും, നിങ്ങളുടെ കാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നവന് ബൈക്കും കൂടെ കൊടുത്തു വിടുമെന്ന് പറയുന്നതിലും, അല്ലെങ്കിൽ നിങ്ങളുടെ അതിര് മാന്തുന്നവന് ആ ഭൂമിയും കൂടെ വിട്ടുകൊടുത്തേക്കെന്ന് പറയുന്നതും, ഇതൊക്കെ നമുക്ക് കേട്ടിട്ട് ഇത് പ്രവർത്തിച്ചാലാണ് ചെല്ലാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നിരാശരായി പോവുകയും അസമാധാനം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയട്ടെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈയോ കാലോ നിങ്ങൾക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് നമ്മളിത് ചെയ്യണമെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു വലിയ ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വിശ്വാസത്താലാണ് ഈ നീതീകരണം എന്നുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും പിതാവിൻ്റെ അടുക്കൽ സമാധാനമുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു നീതിയിലേക്ക് പോകാൻ വേണ്ടി ദൈവം അതിവിശുദ്ധ വിശ്വാസം എന്ന ഒരു ഇടുക്ക് വഴി തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൈവമായിട്ട് സമാധാനമുണ്ടാക്കുന്ന വിഷയം. അതായത് ഇത്രയും വലിയ നീതി നമുക്ക് ലഭിക്കാൻ, പ്രവൃത്തികളാൽ നമുക്ക് ഒരിക്കലും സാധിക്കാത്ത ആ നീതി നമുക്ക് ലഭിക്കാൻ വേണ്ടി ദൈവം അതിവിശുദ്ധ വിശ്വാസത്തിൻ്റെ ഒരു ഇടുക്ക് വഴി നമുക്കായി തുറന്നു തന്നിരിക്കുന്നു. ആ ഫെയ്ത്തിലൂടെയാണ് നമ്മൾ പിതാവുമായുള്ള സമാധാനം അനുഭവിക്കുന്നത്. അതാണ് ഈ വാക്യം 1 പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, അപ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ എന്തോ? കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു അർഹതയുമില്ല ദൈവമായിട്ട് സമാധാനമായിട്ടിരിക്കാൻ. പക്ഷെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവ് നമ്മോട് പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് അപ്പ എന്ന് വിളിച്ചോ. പിതാവേന്ന് വിളിച്ചോന്നല്ല, അപ്പ, പപ്പ, ഡാഡി, അതില്ലേ അന്ന് അബ്ബ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരു സ്വന്തം അപ്പനെ പോലെ വിളിച്ചോളാനാണ് പറയുന്നത്. അതുപോലൊരു പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം അത്രയും ഒരു ഉറപ്പുള്ള ഒരു ആത്മാവിനെ, ഒരു രക്ഷയുടെ അച്ചാരമായിട്ട് തരുന്ന, ഒരു മുദ്രയായിട്ട് തരുന്ന ഒരു ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നുകൊണ്ട് നമ്മളെ ദൈവം എന്താക്കി? അവൻ്റെ മക്കളെന്ന് പ്രഖ്യാപിച്ചു. അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകി. ഇത് വലിയൊരു കൃപയാണ്. നമ്മുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ നമ്മൾ അങ്ങനെയുള്ളവരല്ല, ശരിയല്ലേ? അപ്പോൾ നമുക്ക് അർഹതയില്ലാത്ത സ്ഥാനത്താണ് ദൈവം നമ്മളെ മക്കളെന്ന് വിളിക്കുന്നത്. മക്കളെന്ന് വിളിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതയും നമുക്കില്ല. നമ്മൾ ഈ 2 ദിവസം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ അവൻ്റെ മക്കളായി മാറുവാനോ സാധിക്കില്ല. നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ അപ്പനമ്മമാരുടെ മക്കളായത്? നല്ല പ്രവൃത്തി ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പം എന്നാൽ പിന്നെ എൻ്റെ മകനായിക്കോട്ടെ എന്ന് പറഞ്ഞാണോ? നിങ്ങൾ കുറച്ചുകൂടെ നല്ലൊരു ജീവിക്കുന്ന ശരിയാണെങ്കിൽ നിന്നെ മകനായിട്ട് എടുത്തേക്കാന്നായിരുന്നോ? അല്ല. പിന്നെ എങ്ങനെയാണ്? ആദ്യം ഒരു ഗുണമില്ലാത്തപ്പോൾ ജനിച്ച് വീണപ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ഗുണമുള്ളത്? ശല്യം എന്നല്ലാതെ അപ്പനും അമ്മയ്ക്ക് ഒരു പ്രയോജനം നമ്മളെ കൊണ്ടില്ലായിരുന്നു. കരച്ചിലോട് കരച്ചിൽ, ബഹളം, കണ്ടോ? എല്ലാം തകർന്നു. ഓക്കെ, കരച്ചിലോട് കരച്ചിൽ, ബഹളം, വഴക്ക്, രാത്രി ഉറങ്ങത്തില്ല, അമ്മ കുത്തിയിരുന്ന് രാത്രി മുഴുവൻ കുത്തിയിരുന്ന് ഈ കൊച്ചിനെ ആശ്വസിപ്പിക്കുക. എന്ത് പ്രയോജനം അമ്മയ്ക്ക് കിട്ടുന്നത്? അമ്മയുടെ മുമ്പിൽ നല്ല കൊച്ചായതുകൊണ്ടാണോ അത് സ്വന്തം കൊച്ചായത്? സ്വന്തം കൊച്ചായതുകൊണ്ടാണ് നല്ല കൊച്ചായത്, അല്ലേ? അപ്പോൾ ദൈവത്തിന് മക്കളുണ്ടാകും. നമ്മൾ നല്ല ക്വാളിഫൈഡ് ആൾക്കാരെ, നമ്മൾ ഭയങ്കര മിടുക്കന്മാരുണ്ടെന്ന് കുറേ മിടുക്കന്മാരെ ഞാൻ മക്കളാക്കിയേക്കാന്ന് ദൈവം വിചാരിക്കുമല്ലായിരുന്നു. ദൈവം കുറേ മണ്ടന്മാരെ പിടിച്ച് മക്കളാക്കിയിട്ട് അവരെ മിടുക്കന്മാരാക്കി മാറ്റുമായിരുന്നു. നമ്മുടെ അപ്പനമ്മമാരെക്കാളും കഴിവാണ് ദൈവത്തിന്. നമ്മുടെ അപ്പനമ്മമാരൊക്കെ ചിലപ്പോൾ തോറ്റുപോകും. ഒരുത്തനെ നന്നാക്കിയിട്ട് നന്നാകാതെ പോകാം, വേറൊരുത്തനെ നന്നാക്കിയിട്ട് ചിലപ്പോൾ ശരിയാവും, ചിലത് ശരിയാവില്ല, ചിലത് ശരിയാവും. പക്ഷെ ദൈവം നന്നാക്കാൻ തീരുമാനിച്ചാൽ ദൈവത്തിന് തോക്കാൻ പറ്റത്തില്ല. അതാണ് ദൈവത്തിൻ്റെ പേരൻറ്റിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങളെ നന്നാക്കുന്ന കാര്യത്തിൽ ദൈവത്തിന് തോക്കാൻ സാധിക്കില്ല. അതാണ് അപ്പൻ, അല്ലേ? അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ രക്ഷിക്കാൻ ശക്തിയില്ലാത്ത ഒരാളായിട്ട് ദൈവം മാറും.
ശരിക്കും നമ്മുടെ മക്കളാക്കി വിളിക്കാൻ ഒരു യോഗ്യതയില്ല. അതാണ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. അവൻ എങ്ങനെയുള്ളവരെ വിളിച്ചെന്നാണ് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം ഒന്ന് വായിക്കാം. അതിൻ്റെ 1-ാം അധ്യായം. ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ വാക്യം വായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആണോന്ന് ഓർമ്മയില്ല. ഓക്കെ, 26-ാം വാക്യം നോക്കുക. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, 1-2 പേരേ ഉള്ളൂ. ചിലപ്പോൾ കാണുമായിരിക്കും. ബലവാന്മാരേറെ ഇല്ല. നല്ല ശക്തിയുള്ള ജിമ്മ് ബോഡി ഉള്ളവരൊക്കെ വളരെ കുറവ്. എല്ലാത്തിനും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ. കുലീനന്മാരും ഏറെ ഇല്ല. കുലീനന്മാർ നല്ല കുലത്തിൽ ജനിച്ചവരൊന്നും വേറെ ഇല്ല. പിന്നെ ഉള്ള കുലം വെച്ച് നമ്മൾ അഹങ്കരിക്കുന്നുള്ളതേ ഉള്ളൂ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ, ഒത്തിരി വിവരമുള്ളവരെ ലജ്ജിപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തു? ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. നിങ്ങൾക്കറിയാം, സാത്താൻ ഒരുത്തിനെ തിരഞ്ഞെടുത്താലും അവൻ കുറച്ച് കഴിവുള്ളവനെ തിരഞ്ഞെടുക്കുന്നത്. കാരണം അവൻ്റെ രാജ്യം സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നല്ല കഴിവുള്ളവൻ വേണം. ഇപ്പോൾ സിനിമാ നടന്മാർ, ക്രിക്കറ്റ് താരങ്ങൾ പിന്നെ സ്പോർട്സ് എന്നുള്ളതേ ഉള്ളൂ. ഈ ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരെ വെച്ചാലേ ദൈവത്തിൻ്റെ രാജ്യം പവർഫുള്ളായിട്ട് വളരുള്ളൂ. ശരിയല്ലേ? അല്ല, ദൈവത്തിൻ്റെ രാജ്യമല്ല, സാത്താൻ്റെ സാമ്രാജ്യം. അപ്പോൾ സാത്താൻ ഒരാൾ ഉപയോഗിക്കണമെങ്കിൽ നല്ല മിടുക്കന്മാരെയും കഴിവുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത സ്ഥാനത്ത് നമ്മളാരെങ്കിലും അവരെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും പട്ടാളക്കാരെ, നല്ല ധൈര്യമുള്ളവരെ, അല്ലേ? ഈ കർത്താവിന് ക്രൂശിലോട്ട് പോകുമ്പോൾ തിരിഞ്ഞ് നിന്നിട്ട് വർത്താനം പറയാൻ പറ്റിയ മിടുക്കന്മാരായ, ശക്തന്മാരായ, ബുദ്ധിയുള്ള കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുമായിരുന്നു നല്ലത്. നമ്മളാരെ അങ്ങനെ തിരഞ്ഞെടുക്കുള്ളൂ. 12 പേരേ ഉള്ളെന്ന് ആലോചിക്കണം. അപ്പോൾ 12 പേര് നല്ല ജഗജില്ലികളായിരിക്കണം. റോമാ സാമ്രാജ്യത്തോട് പോരാടണം. യഹൂദന്മാർ, വഴക്കാളികൾ, അവരോട് പോരാടണം. അപ്പോൾ ഇതിനെല്ലാം ശക്തിയുള്ള നല്ല ശിഷ്യന്മാരുണ്ടെങ്കിൽ ഒരു ബലമുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ടാവുള്ളൂ, അല്ലേ? നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങിയാൽ എന്താ ചെയ്യുന്നത്? ഏറ്റവും മിടുക്കന്മാരെ പിടിച്ചല്ലേ അതിൻ്റെ എല്ലാ സ്ഥാനത്താക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് വലിയ മിടുക്കൊന്നും ഇല്ലാത്തവരെ നമ്മൾ പ്രാർത്ഥനാ ടീമിലാക്കിയിരിക്കും, അല്ലേ? ഏതെങ്കിലും കൺവെൻഷനിലൊക്കെ ഈ പ്രാർത്ഥനാ ടീം നോക്കിയാൽ അറിയാം, പ്രത്യേകിച്ച് പ്രസംഗിക്കാനോ പാടാനോ കഴിവില്ലാത്ത, സംസാരിക്കാനോ കഴിവില്ല, സാമ്പത്തികമൊന്നും ഇല്ലാത്ത ആൾക്കാരെയാണ് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാപ്റ്റനാക്കി മാറ്റുന്നത്. കാരണം അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ. ശരിയല്ലേ? ദൈവം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒന്നിനും കൊള്ളാത്ത കുറേ എണ്ണത്തിന്. ആ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ നമുക്കറിയാം. ഇതുകൊണ്ട് ദൈവം അച്ചീവ് ചെയ്ത വലിയൊരു കാര്യമുണ്ട്. ഈ 12 പട്ടാളക്കാരെയാണ് ദൈവം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ കർത്താവ് പുനരുത്ഥാനം ചെയ്ത് കഴിയുമ്പം ഈ 12 പട്ടാളക്കാർ ഇറങ്ങി വന്ന് ഞങ്ങളുടെ കർത്താവ് ജീവിക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലായിരുന്നു. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ മരിക്കാൻ തയ്യാറുള്ളവരാ. അവർ വേണമെങ്കിൽ പറ്റിക്കാം, അവർക്ക് ജീവനിൽ പേടിയില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുമ്പിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ അത്രയും ബലം മാത്രമുണ്ടായിരുന്ന പത്രോസ്, ഒരു ദിവസം പോലും നിലനിൽക്കാൻ ശക്തിയില്ലാത്ത കുറേ അല്പപ്രാണികളായ ശിഷ്യന്മാർ കർത്താവ് മരിച്ചു എന്ന് കണ്ടപ്പോൾ ഓടി ഒളിച്ച് ഗുഹയിൽ അവിടെ എല്ലാം പോയി രഹസ്യമായിട്ടിരുന്നവർ പരസ്യമായിട്ട് ഇറങ്ങി വന്ന് ഇതാ കർത്താവ് ജീവിക്കുന്നു, ഞങ്ങൾ അവനെ കണ്ടു എന്ന് പറയണമെങ്കിൽ ദൈവം ബലമുള്ളവർ പറഞ്ഞാലാണോ കൂടുതൽ വിശ്വാസ്യമാകുന്നത്, അതൊരു ബലമില്ലാത്തവർ പറഞ്ഞാലാണോ സുവിശേഷം കൂടുതൽ വിശ്വാസ്യമാകുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ദൈവം ബലമില്ലാത്തതിനെ തിരഞ്ഞെടുത്തതിനാ? ഇത് അവൻ്റെ ബലത്താൽ നടക്കുന്നതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാ. അപ്പൊ മരണത്തെ പോലും പേടിയുള്ള അല്പപ്രാണികളായ ശിഷ്യന്മാരൊന്നുണ്ട്. ഞങ്ങളെ കൊന്നോ സാരമില്ല എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും എൻ്റെ കാരണം? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരുത്തനെ അവർ കണ്ടിട്ടുണ്ട്. അവരത് കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് ഇത്രയും ധൈര്യം ഉണ്ടാകാൻ ഒരു വഴിയുമില്ല. കാരണം അവർ സോൾജിയേഴ്സ് അല്ല, അവർക്ക് വലിയ. അപ്പോൾ ഏറ്റവും ബലഹീനമായതിനെയും ഭോഷത്വമായതിനെയുമാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ആരും പറയരുത് എൻ്റെ പണം, എൻ്റെ ബുദ്ധി, എൻ്റെ അധികാരം, ഞാൻ എന്ന് ഒരു ജഡവും ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം എന്ത് ചെയ്തു? ഒന്നുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. അടുത്ത വാക്യം, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ, സ്വയത്തിൽ പ്രശംസിക്കാൻ ഒന്നും ഇല്ലാതെ പോകട്ടെ. അതുകൊണ്ട് നീതി നമ്മുടെയല്ല, വിശുദ്ധി നമ്മുടെയല്ല, വീണ്ടെടുപ്പ് നമ്മുടെയല്ല, ഇതെല്ലാം ക്രിസ്തുവാണ്. നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും
വീണ്ടെടുപ്പും. അപ്പോൾ ആർക്കും ഒന്നും പുകഴുവാനില്ല. മനസ്സിലായോ? അപ്പോൾ ദൈവം നല്ല മിടുക്കരെ നോക്കിയിട്ട് മാർക്കിട്ടിട്ട് മക്കളാക്കുകയല്ല, ഒന്നിനും കൊള്ളാത്തവരെ വിളിച്ചിട്ട് ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. ബലഹീനമായതും കുലഹീനമായതും ജ്ഞാനഹീനമായതും നിന്ദിതരായതുമായ പാത്രങ്ങളെ ദൈവം അണിയിച്ച് ദൈവത്തിൻ്റെ രക്ഷ എത്ര ഉന്നതമാണ് എന്ന് ദൈവം വെളിപ്പെടുത്തുക ചെയ്യുന്നത്. അപ്പം അതാണ് അവൻ്റെ കൃപയുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി എന്ന് പറയുന്നത്. എല്ലാവരും അവസാനം പറയുന്നത് എന്തായിരിക്കും അറിയോ? ദൈവത്തിൻ്റെ കൃപ എത്ര ഭയങ്കരം എന്നായിരിക്കും. അത് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രക്ഷ. എന്നെയൊക്കെ തിരഞ്ഞെടുത്തപ്പോഴേ സാത്താനോടിരുന്ന് പറഞ്ഞാണ്, പിന്നെ ദൈവത്തിൻ്റെ മകൻ വന്ന് രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു, ഒരു വിവരവും ഇല്ലാത്ത ഒരുത്തിനെ പിടിച്ച്, ഒരു ശക്തിയില്ലാത്ത ഒരുത്തിനെ പിടിച്ചിട്ട് കാണാം. ദൂതന്മാരെ വരെ വിചാരിച്ചാണ് കുറച്ച് നല്ല അവന്മാരെ നമ്മുടെ കർത്താവിനെ പിടിക്കാൻ തോന്നിയില്ലല്ലോ എന്ന്. പക്ഷെ അവസാനം ഞാൻ കർത്താവിനെ പോലെ അവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇങ്ങനെയുള്ളവന്മാരെ പിടിച്ച് അങ്ങനെ ആക്കുന്ന ദൈവത്തിൻ്റെ രക്ഷിക്കാനുള്ള കഴിവ് എത്ര ഭയങ്കരമാണ്. അതുകൊണ്ട് എഫെസ്യ ലേഖനം മുഴുവൻ പറയുന്നത് ഇതെല്ലാം അവൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. അവൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്. അപ്പോൾ ദൈവം എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത് അവനും മഹത്വം വരുന്ന രീതിയിലാണ്. അതായത് നമ്മളെ ഒരാളെയും രക്ഷിക്കാതെ എല്ലാത്തിനെയും നരകത്തിലോട്ട് വിട്ടായിരുന്നെങ്കിലും അവിടെ ദൂതന്മാരിങ്ങനെ പാടുമായിരുന്നു, നമ്മുടെ ദൈവം എത്ര പരിശുദ്ധനായ ദൈവമാണ്, ആ വൃത്തികെട്ടവന്മാരെ ഒരെണ്ണത്തിനെ സ്വർഗത്തിൽ കയറ്റാത്ത നമ്മുടെ ദൈവം എത്ര പരിശുദ്ധൻ എന്നും പറഞ്ഞ അവിടെ ആർത്തേനെ ഈ ദൂതന്മാർ. അപ്പം നമ്മളെ കുറേ പേര് രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ആർത്തുകൊണ്ടിരുന്ന ദൂതന്മാർ, അവർക്ക് ദൈവത്തെ നമസ്കരിക്കാൻ തന്നെ പേടിയായിരുന്നു. നമ്മൾ യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ 6 കൊണ്ട് അവർ മുഖം മൂടി, 6 കൊണ്ട് കാല് മൂടി, 6 കൊണ്ട് പറന്ന് അവർ ദൈവമേ നീ പരിശുദ്ധൻ എന്ന് ദൈവത്തോട് പറയുന്നില്ല, ദൈവത്തെ നോക്കുന്നു പോലുമില്ല. അവർ കണ്ണു മൂടിയിരിക്കുക. ഒരുത്തൻ വേറൊരുത്തനോടാണ് പറയുന്നത്, നോക്കല്ലേ മോനെ, കാല് നിലത്ത് കാണിക്കല്ലേ, നിലത്ത് നിൽക്കല്ലേ, അവൻ അത്ര പരിശുദ്ധനാണ്, നമ്മുടെ മുഖം അവൻ കാണാൻ ഇടവരില്ല എന്നും പറഞ്ഞ് അത് മൂടിക്കൊണ്ട് ഒരുത്തൻ വേറൊരുത്തനോട് പറയുക പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പോൾ അത്ര വലിയ പരിശുദ്ധിയിലിരുന്ന ദൈവം, ഈ ദൂതന്മാരൊക്കെ വീണു പോയിട്ടും അവരെ ഒന്നും രക്ഷിക്കാൻ ചെല്ലാതിരുന്ന ദൈവം, ഈ പുഴുവിനെ പോലുള്ള മനുഷ്യൻ വീണുപോയപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ഈ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വേർത്ത് ദാഹിച്ച് വിശന്ന് വലഞ്ഞ് അടിയും കൊണ്ട് നിന്ദയും സഹിച്ച് സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഇതിലെ നടന്നു, എന്നെ അന്വേഷിച്ചുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് യെശയ്യാവ് പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് ആർ വിശ്വസിക്കും? അത് യെശയ്യാവ് പറയാനുള്ളൊരു കാരണം എന്താണെന്നറിയോ? യെശയ്യാവ് 2 കാഴ്ചകളാണ് ക്രിസ്തുവിനെ കുറിച്ച് കാണുന്നത്. ഒന്ന്, ക്രിസ്തു ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. അത് പിതാവായ ദൈവത്തെ അല്ല കാണുന്നത്. പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പുത്രനെയാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുക എവിടെയാണ് അങ്ങനെ ബൈബിളിലുണ്ടോ എന്ന്? ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ ഇത് പുത്രനെ കണ്ടതെന്നുള്ള വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 12-ാം അധ്യായത്തിൻ്റെ 47-ാം വാക്യം ഞാൻ വായിക്കാം. 47-ാം വാക്യം ഉണ്ടോ? ഓക്കെ, 37-ാം വാക്യമാണ്. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറഞ്ഞു. അവർ കാണെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. എന്നിട്ട് യെശയ്യാ പറയാണ്, കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ മുഖം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ ഇടവന്നു. ഇത് ഏത് വാക്യമാണ്? യെശയ്യാ 53:1 അല്ലേ? ആണോ? ഞങ്ങളുടെ വചനം ആർ വിശ്വസിക്കും അല്ലേ? ഓക്കെ, അടുത്ത വാക്യം. അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. ഈ പറയുന്നവർക്കൊന്നും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം യെശയ്യാ 53 നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും, സർവശക്തനായ ദൈവം എന്ത് ചെയ്തിരിക്കുക? ഒരു ദാസനെ പോലെ കഷ്ടം സഹിച്ച് വ്യസനപാത്രമായി നമ്മുടെ വേദനകളെയും ദുഃഖങ്ങളെയും പാപങ്ങളെയും വഹിച്ചുകൊണ്ട് മരിക്കുകയാണ്. ഇത് ആർ വിശ്വസിക്കും? ഇങ്ങനൊരു റിപ്പോർട്ട് കൊടുത്താൽ ആർ വിശ്വസിക്കും? അതിൻ്റെ കാരണം വേറൊരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. ഇത് എത്രാമത്തെ അധ്യായം എന്നറിയോ? യെശയ്യാവ് 6.
അടുത്ത വാക്യം, യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. അപ്പോൾ ആരെയാ കണ്ടത്? യെശയ്യാവ് ആരെയാ കണ്ടത്? യേശുക്രിസ്തുവിനെ കണ്ടത് അല്ലേ? അപ്പോൾ യെശയ്യാവ് 2 കാഴ്ച കണ്ടു. 6-ാം അധ്യായത്തിലെ കാഴ്ചയും 53-ാം അധ്യായത്തിലെ കാഴ്ചയും കണ്ടു. ഈ 2 കാഴ്ച കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇത് ആര് വിശ്വസിക്കും? ഇങ്ങനെ ഈ രാജാതി രാജാവും കർത്താതി കർത്താവും സകല തേജസ്സിലും വസിക്കുന്നവനുമായിരുന്ന ഈ കർത്താവ് മരുഭൂമിയിലൂടെ നമ്മളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കും? ദൂതന്മാർ അമ്പരന്ന് പോയി. മോശയ്ക്കും ഇവർക്ക് ആർക്കും ഇത് പൂർണ്ണമായി മനസ്സിലായില്ല. ഇവരെല്ലാം ഇതിൻ്റെ നിഴലുകൾ മാത്രമേ കണ്ടുള്ളൂ. എന്നിട്ട് ഇപ്പോൾ ദൂതന്മാർ അവിടെ നിന്ന് പാടുന്നത് എന്നാണെന്നറിയോ? ദൈവം പരിശുദ്ധൻ 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 എന്നല്ല, അത് അവർക്ക് ഓൾറെഡി അറിയാം. അത് ഓൾറെഡി വെളിപ്പെട്ട ദൈവിക ആട്രിബ്യൂട്ടാണ്. ഈ ദൂതന്മാർക്ക് ഇപ്പോൾ പുതിയൊരു കാര്യം മനസ്സിലായി. എന്തുവാ? സകല ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഈ ജനങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതനുമാക്കി വെച്ച കുഞ്ഞാടിന് മഹത്വം. കാരണം ഈ മാർച്ചിൻ്റെ അവസാനം വലിയൊരു വർഷിപ്പാണ്. അതിനകത്തെ ഈ മനുഷ്യർ കയറി നിന്നിട്ട് പറയും, ഞാൻ ഓടിയതാകട്ടോ, എൻ്റെ നീതിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിലത്ത് വീണു പോകും. കാരണം അവിടെ മഹത്വം കുഞ്ഞാടിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ രക്ഷയുടെ മഹത്വം ആർക്ക് മാത്രമേ ഉള്ളൂ? സമ്മതിക്കുമോ നിങ്ങളത്? മനുഷ്യനത് സമ്മതിക്കാൻ ഭയങ്കര പാടാണ്. ഞാനിവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. കർത്താവ് നല്ല പടം വരച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കാല്, ആ പൂവിൻ്റെ ഞെട്ട് വരച്ചത് ഞാനാ. ഒരു ക്രെഡിറ്റ്. പണ്ടൊരാൾ പറഞ്ഞ പോലെ ഒരു വഴി ഒരുത്തം പോകുന്ന വഴിക്ക് ഒരു മൂർഖൻ പാമ്പ് അവനെ കടിച്ചു. കുറച്ച് ദൂരം വന്ന പോലെ അടുത്ത വളവിൽ വന്നപ്പോൾ ഒരു ഞാഞ്ഞൂല് വരെ അവനെ കടിച്ചു. അവസാനം തട്ടിപ്പോയി. വരെ പറഞ്ഞാലെന്നറിയാം, ഞാനും മൂർഖൻ ചേട്ടനും കൂടെ ഒരുത്തനെ കൊന്നു. ഇതുപോലെയാണ് ഈ മനുഷ്യൻ കിടന്ന് എൻ്റെ നീതിയാണ്, ഞാൻ അധ്വാനിച്ചതാണ്, ഞാൻ ഓടിയതാണ്, എൻ്റെ പഴയ ജീവിതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. കേട്ടില്ലേ സാക്ഷ്യം? ഒന്നും ചെയ്തിട്ടില്ല. പുകഴുവാൻ ഒന്നുമില്ല. അത്രയെങ്കിലും ചെയ്യാൻ നമ്മളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹാകൃപ എന്നുള്ളതല്ലാതെ നമ്മൾ ചെയ്തൊന്നും അവിടെ ഒരു പ്രവൃത്തിയായിട്ടൊന്നും കൗണ്ട് ചെയ്യുന്നില്ല. ഇത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതെങ്ങനെ പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നതെന്നും ഉള്ള വിവരം നമ്മൾ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. 5-ാം അധ്യായത്തിൽ പറയുന്നത് ഈ കൃപയിലേക്ക്, ഏത് കൃപയിലേക്ക്? വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു എന്നുള്ള ദൈവകൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്ന എവിടെയാണ്? നമുക്ക് യാതൊരു യോഗ്യതയുമില്ലാതെ മക്കളെന്ന് വിളിക്കപ്പെടുന്ന, നീതിമാന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. ചുങ്കക്കാരൻ്റെയും പരീക്ഷൻ്റെ കഥ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ചുങ്കക്കാരൻ അവസാനം നിന്നൊരു കരച്ചിലുണ്ട്, കർത്താവേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അടുത്ത വാക്യം എന്നറിയോ? അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. അവൻ ചോദിച്ചത് കരുണയാണ്, പക്ഷെ ദൈവം അവൻ എന്താ വിളിച്ചത്? നീതിമാനെ, നീ സമാധാനമായി വീട്ടിലേക്ക് പോകാനാണ് പറഞ്ഞത്. അവൻ എങ്ങനെ നീതിമാനായത്? അവൻ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ഞാൻ പോക്കാന്ന്. കർത്താവെ, നിനക്ക് മാത്രം എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് അവൻ വിശ്വസിച്ച് അവൻ നിലവിളിച്ചു. ഒറ്റ നിലവിളി. ഇനി ക്രൂശിലെ കള്ളനെ നമ്മൾ നോക്കാം. ക്രൂശിൽ ഏത് വശത്ത് കിടന്ന കള്ളനാ നന്നായത്? വലതുവശത്ത് കിടന്ന കള്ളനാണ്, ഇടതുവശത്ത് കിടന്ന കള്ളനാണ്? അത് എവിടെ കിടന്നെന്ന് പറയുന്നില്ല. യാക്കോബക്കാർ ഓർത്തഡോക്സുകാർക്കൊക്കെ മനസ്സിലായത് വലത്ത് കിടന്നതെന്നാണ്. പക്ഷെ നമുക്ക് ബൈബിളിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. എന്തേലും ആട്ടെ, ഈ നല്ല കള്ളൻ, നന്നായ കള്ളൻ, അത് ഞാനാണെന്ന് നിങ്ങളാണെന്നൊന്ന് വിചാരിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾ നല്ല കള്ളനായിട്ട് ഇങ്ങനെ സൈഡിൽ കിടക്കുകയാണ്, മറ്റൊന്ന് ദൂഷിച്ച് പറയുമോ? ഓക്കെ. അപ്പോൾ ഈ നല്ല കള്ളൻ മാനസാന്തരപ്പെട്ടു പെട്ടെന്ന്. കാരണം മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പം ഇവർ രണ്ടുപേരും കർത്താവിനെ ദുഷിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം വായിച്ചപ്പം ഐ വിറ്റ്നസ്സസ് പറഞ്ഞു, ഒരുത്തൻ നന്നായിരുന്നു ഇതിനിടയ്ക്കെന്ന്, ഒരുത്തൻ നന്നായിരുന്നു ഇതിനിടയ്ക്കെന്ന്. ആ ചെറിയ മിനിറ്റിനുള്ളിൽ അവനുണ്ടായ മാനസാന്തരം എന്താ നമുക്ക് നോക്കാം. കുറച്ച് നേരം കൊണ്ട്, മേ ബി 1 മണിക്കൂർ. ഞാനായിരുന്നു ആ സ്ഥാനത്തേക്ക് കർത്താവിന് പറഞ്ഞത്, കർത്താവ് നീ ഇത്ര അത്ഭുതം ചെയ്തയാളാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നീ അവസാനത്തെ അത്ഭുതമായിട്ട് എന്നെ ഒന്ന് വിടുവിച്ച് ഈ ക്രൂശിൽ നിന്ന് രക്ഷിച്ചാൽ ഞാൻ നിൻ്റെ ട്രാക്റ്റും എടുത്തുകൊണ്ട് ജെറുസലേം മുഴുവൻ നിൻ്റെ സുവിശേഷം പറഞ്ഞോളാം. ഇങ്ങനെയല്ലേ നമ്മൾ കർത്താവിനോട് പറയുന്നത്? എന്നെ വിടുവിക്കുന്ന ദൈവം എന്നെ ക്രൂശിൽ നിന്ന് 100 പ്രാവശ്യം ഇറക്കി വിട്ടാൽ ഞാൻ ഇനി ഒരിക്കലും പാപം ചെയ്യൂല. നിങ്ങൾ എത്ര പ്രാവശ്യം കർത്താവിന് പറഞ്ഞിട്ടുണ്ട് ഇനി പാപം ചെയ്യൂല എന്ന്? പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ വെറുതെ പറയുന്ന നിങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുമെന്ന് കർത്താവിന് അറിയാം.
നമുക്കൊരു ജലദോഷം വന്നാൽ പോലും നമുക്ക് തീരുമാനമെടുത്ത് മാറ്റാൻ പറ്റാത്തവരാണ് ഇത്രയും വലിയ പാപം എന്ന രോഗം ഒരു തീരുമാനമെടുത്ത് മാറ്റിക്കളയുമെന്ന് പറയുന്നത്. അത്ര നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ പറ്റുന്നൊരു സാധനമല്ല ഈ പാപം. നിങ്ങൾക്ക് ഇത്രയും നാളുകൊണ്ട് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ യുദ്ധം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അല്ലാതെ പാപം വരുമ്പോഴേ ഞാനിതാ വരുന്നതെന്ന് പറഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾ പാപത്തോട് യുദ്ധം ചെയ്ത് എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായി കാണും, ഇത് നിസ്സാരമായൊരു സാധനമല്ല, ഇതിനെ ജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഈ വലതുവശത്തെ കള്ളൻ, സോറി ഞാൻ പഴയ ഓർത്തഡോക്സാണ്. ഈ നല്ലവനായ കള്ളൻ, നല്ലവനായി മാറിയ കള്ളൻ അങ്ങനെയല്ല പറഞ്ഞത്. അവന് മനസ്സിലായി, ഞാൻ ഇനി രക്ഷപ്പെട്ട് എന്നാലും 2-3 ദിവസം ട്രാക്ട് കൊടുക്കും, പിന്നെ എൻ്റെ പഴയ സ്വഭാവം വെളി വരും. ഏറിയ മാനസാന്തരം 3 ദിവസം, അത് കഴിയുമ്പോൾ ഞാൻ പഴയ പോലെ ആവും. അതുകൊണ്ട് അവൻ കർത്താവിൻ്റെ പറഞ്ഞു, കർത്താവെ, ഞാൻ മരിക്കാൻ എനിക്ക് ഒരു സങ്കടവും ഇല്ല, കാരണം ഞാൻ പാപിയാണ്, ഞാൻ മരണയോഗ്യനാണ്. പക്ഷെ ഒരു കാര്യം മതി, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. എൻ്റെ ചോദ്യം, 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഈ കർത്താവ് രാജത്വം പ്രാപിച്ചു വരുമെന്ന് അറിയാൻ മേലായിരുന്നു. എന്നാൽ 3 മണിക്കൂർ ക്രൂശിൽ കിടന്ന കള്ളന് മനസ്സിലായി, ഇവൻ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കുന്നതാണ് എനിക്ക് ഇവിടെ രക്ഷപ്പെടുന്നതിനേക്കാളും നല്ലത്. എങ്ങനെ മനസ്സിലായി? അവൻ ദൈവത്തിൻ്റെ നീതി കണ്ടു. കുത്തുന്നവരെ സ്നേഹിക്കുന്ന, ആക്രമിക്കപ്പെടുമ്പോൾ ക്ഷമിക്കുന്ന, ആ ക്രൂശിൽ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന കള്ളന്മാർ അനുഭവിക്കുന്നത് ഈ നടുക്ക് കിടക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് അവൻ കാണുന്നത്. പെർഫെക്ഷൻ ഓഫ് ലൈഫ്, നീതി. അപ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് എന്താണെന്നറിയോ? പുനരുത്ഥാനത്തിലുള്ള വിശ്വാസമാണ്. അതെങ്ങനെ ഉണ്ടാകുന്നത്? നമ്മൾ റോമലേഖനം 9-ാം അധ്യായം 10-ാം അധ്യായം വായിക്കുമ്പോൾ എങ്ങനെയാണ് സ്പെസിഫിക്കലി ഈ വലിയ നീതി നമ്മുടെ ഉള്ളിൽ പുനരുത്ഥാനം സംഭവിക്കും എന്നുള്ള വിശ്വാസം എങ്ങനെ തരുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ചുരുക്കി ഒന്ന് പറയാം, ഇപ്പം സ്നേഹിക്കണമെന്നുള്ള കമാൻഡ്മെൻറ്റ് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ സ്നേഹിക്കുന്നത് മരിക്കുന്നത് വരെയാണെന്നുള്ള കാര്യം കർത്താവാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാളിനെ തല്ലി കൊല്ലുകയാണ്, ലാസ്റ്റ് ബ്ലഡ് അവൻ ചവിട്ടി വെളിയെടുക്കുകയാണെങ്കിൽ ആ അവസാനത്തെ ശ്വാസം വരെ ഞാൻ അവനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് കർത്താവിൻ്റെ കൽപ്പന. സ്നേഹമെന്ന സ്വിച്ച് ഒരിക്കലും ഓഫാകാത്ത സ്നേഹം. ഇതാ കർത്താവ് കാൽവരി ക്രൂശിൽ കാണിച്ചു കൊടുത്തത്. ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാകുന്ന വെപ്രാളം എന്നാണെന്നറിയോ? എൻ്റെ നീതി ഒന്നുമല്ല, ഞാൻ എത്ര നീതിമാനായാലും ക്രിസ്തുവിനെ പോലെ ആവില്ല, എനിക്ക് ആ സ്നേഹം എൻ്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല, അതിന് കർത്താവ് തന്നെ വേണം എന്ന് എൻ്റെ ഉള്ളിൽ തോന്നുന്നത്. എൻ്റെ ഉള്ളിൽ വിശ്വസിക്കുകയാണ് മരിക്കുന്നവരെയാണ് സ്നേഹമെങ്കിൽ. നമുക്ക് പഴയ നിയമത്തിലെ നീതി ഒന്ന് നോക്കാം. പഴയ നിയമത്തിലെ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം? മോശെ വന്ന് പറയാണ്, ചെയ്സേ നീ ഒരു കരണത്തടിച്ചാൽ, അല്ല, കല്ലിന് പകരം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദുഷ്ടന്മാരോടല്ല അങ്ങനെ പറഞ്ഞേക്കുന്നത്, കാരണം അവന്മാരുടെ സ്വഭാവം അതായിരുന്നു. കഠിനഹൃദയം കാരണമാണ് മോശ അങ്ങനത്തെ കൽപ്പന കൊടുത്തത്. കാരണം അവന്മാർ ഒരു പല്ലെടുത്താൽ ഇവൻ പോയി മുഴുവൻ പല്ലടിച്ച് താഴിടും. അതുകൊണ്ട് മോശ പറഞ്ഞു, നിൻ്റെ ഒരു പല്ലേ പോയിട്ടുള്ളെങ്കിൽ നീയും പോയി ഒരു പല്ലേ വീഴിക്കാവുള്ളൂ. അതാണ് കൺട്രോൾ. അവൻ എൻ്റെ ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അവൻ്റെ 2 കണ്ണും നോ. മോശ പറഞ്ഞു, അത് പറ്റത്തില്ല, നീ കുറച്ച് നടങ്ങ്, ഒരു കണ്ണിന് നീ വേണേ ഒരു കണ്ണെടുത്തോ. ഇതാണല്ലോ. അപ്പം ഇത് ആരോടെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ണെടുത്ത് കഴിഞ്ഞാൽ പോയി 2 കണ്ണും കുത്തിപ്പൊട്ടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ദുഷ്ടന്മാരോടാണ് മോശ പറഞ്ഞത്, നീ ഒരു കണ്ണേ എടുക്കാവുള്ളൂ എന്നല്ലേ? ആണ്. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന ആരോടാ പറയുന്നേ? ശരി, നിങ്ങളെ സുവിശേഷ വേലയ്ക്ക് 2-3 പേര് ഇറങ്ങിപ്പോകുമ്പോൾ അവർക്ക് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ വ്യഭിചാരം ചെയ്തേക്കരുതെന്ന് പറഞ്ഞ് ഏതെങ്കിലും പാസ്റ്റർ വിടുമോ? അത് അവരോട് പറയേണ്ടതല്ല. ആരോട് പറയുന്നത്? ദുഷ്ടന്മാരോട് പറയുന്നതാണ്. ഈ കൊല ചെയ്യരുതെന്ന് ആരുടെ പറയുന്നത്? മോശ പ്രമാണം കൊടുത്തത് ആർക്കാ? ഈ വ്യഭിചാരവും കൊലയും കള്ളത്തരവും എല്ലാം ഉള്ള മനുഷ്യരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് മോശ നിയമങ്ങൾ കൊടുത്തത്. ഇപ്പം ഞാൻ ഈ പാസ്റ്റർ വീട്ടിലെ മുകളിൽ താമസിക്കുന്നത്. പാസ്റ്റർ എന്നോട് പറയുവാണ്, ഇവിടുന്ന് നാളെ കഴിഞ്ഞ് പോകുമ്പം ഇവിടെയുള്ള വിലയുള്ള സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോയേക്കരുത്, മോഷ്ടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തോന്നും? പുള്ളി പറഞ്ഞ ന്യായപ്രമാണമല്ലേ, മോഷ്ടിക്കരുത്, അതിനകത്ത് എന്താ തെറ്റ്? പാസ്റ്റർ കൊണ്ട് ചോദിക്കുക, അതിനകത്ത് എന്താ തെറ്റ്? ഞാൻ ബൈബിളിലെ വാക്യമല്ലേ പറഞ്ഞത്? ആണ്, പക്ഷെ അത് ആരോട് പറയേണ്ടതായിരുന്നു? അപ്പം ഞാൻ വിചാരിക്കും, ഞാൻ മോഷ്ടിക്കുന്ന സ്വഭാവമുള്ളവനാണെന്നുള്ള കാര്യം പാസ്റ്റർ നേരത്തെ അറിഞ്ഞു കാണോ? ഇനി ഞാൻ എക്സാമ്പിൾ പറയുന്നുണ്ടോ?
അപ്പോൾ കള്ളന്മാർക്കും കഠിനഹൃദയമുള്ളവർക്കും കർത്താവിനെ പറഞ്ഞത്, നിങ്ങളുടെ കഠിനഹൃദയ നിമിത്തമാണ് മോശ നിയമങ്ങൾ തന്നത്. ഇപ്പോൾ മോശയുടെ നിയമം എന്ന് പറയുന്നത് ദുഷ്ടന്മാർക്ക് കൊടുത്തേക്കുന്ന മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ എവിടെയാണെന്നറിയോ? ഈ നാട്ടിലാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. മോശ എന്നോടൊന്ന് പറയാണ്, ശരിക്കും പറഞ്ഞ നിയമം അതല്ല. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ശരിയായ നീതി. അപ്പം ഞാൻ മോശയോട് ചോദിക്കും, മോശെ ആദ്യത്തെ അടിക്ക് തന്നെ ഞാൻ തട്ടിപ്പോകുന്ന അവസ്ഥയിലാണ്. അവൻ ഭയങ്കര മസിലാണ്, ജിമ്മാണ്, എൻ്റെ തലയ്ക്കകത്തുനിന്നും മൂക്കിനകത്തുനിന്ന് എല്ലാം ബ്ലഡ് വരുന്നുണ്ട്. അടുത്ത അടിക്ക് ഞാൻ തട്ടിപ്പോയാൽ എനിക്ക് എന്ത് കിട്ടും? അപ്പം മോശ പറയും, നിൻ്റെ ആടുമാടുകൾ അനുഗ്രഹിക്കും, നിന്നെ ദേശത്ത് മാനിക്കും, നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കും. അപ്പം ഞാൻ മോശ ചോദിക്കും, മോശ ഞാൻ തട്ടിപ്പോയിട്ട് എൻ്റെ ആടുമാടുകൾ അനുഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? അപ്പം മോശ പറയും, അതുകൊണ്ട് ശരിയാ നീ പറഞ്ഞ ശരിയാ. അതുകൊണ്ട് അവൻ നിൻ്റെ കരണത്തടിച്ചാൽ നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ തിരിച്ചു പൊട്ടിച്ചോ, അല്ലെങ്കിൽ ഓടിക്കോ. കാരണം എന്താ? വാഗ്ദത്തങ്ങളെല്ലാം എവിടെയാ? വാഗ്ദത്തങ്ങളെല്ലാം എവിടെയാ? ഇവിടെയാ. അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ജീവനോടിരിക്കണ്ടേ? അതുകൊണ്ട് മോശ പറഞ്ഞു, നീ മര്യാദക്കൊക്കെ നടന്ന ദീർഘായുസ് പ്രാപിച്ച് ഇവിടെ വർഷങ്ങളോളം ജീവിക്കുമെന്ന് പറഞ്ഞു. കാരണം എന്താ? ഇത് അനുഭവിക്കണമെങ്കിൽ നമുക്ക് നീ മക്കളെയും കാണണമെങ്കിൽ, അല്ലേ? മക്കളെയും മക്കളുടെ മക്കളെയും മക്കളുടെ 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 മക്കളെയും മക്കളുടെ 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 മക്കളെയും കാണണമെങ്കിൽ എത്ര നാൾ ജീവിച്ചിരിക്കണം? അപ്പോൾ അനുഗ്രഹങ്ങളെല്ലാം തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന കാണണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ദീർഘായുസ് വേണം. അപ്പോൾ മോശ പറഞ്ഞു, നീ മര്യാദയ്ക്ക് ജീവിച്ചാൽ ദീർഘായുസ് കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിന്നെ നേരെയാക്കി എടുക്കും. ഇനി ഉഴപ്പ് കാണിച്ചാൽ നീ തട്ടിപ്പോവും. എന്തിനത് പറഞ്ഞത്? അത് പറഞ്ഞ ഈ ദുഷ്ടന്മാരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് മോശ പറയാം, ചേച്ചി നിനക്കുള്ളത് അതല്ല, നിനക്കുള്ളത് ഞാൻ പറയട്ടെ, നീ ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം. അപ്പം മോശയ്ക്ക് മനസ്സിലായി ഈ പരിപാടി നടക്കൂല. കാരണം എന്താ? ആള് തട്ടിപ്പോയാൽ ഒരനുഗ്രഹവും കിട്ടില്ല. ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പൊ കർത്താവിനോട് പറയാണ്, ചേച്ചേ ഒരു കരണത്തടിച്ചാൽ നീ മറ്റേ കരണം കാണിച്ചു കൊടുക്കും. അപ്പം ഞാൻ ചോദിക്കും, ഞാൻ തട്ടിപ്പോയാൽ നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. ഓക്കെ, അത് മതി, എനിക്കത് മതി. അതായി കള്ളം പറഞ്ഞത്. ഓക്കെ, നിന്റെ കൂടെ മരിച്ചാൽ ഞാൻ നിന്റെ കൂടെ സ്വർഗത്തിലിരിക്കും. ആ ഒരു വാഗ്ദത്തത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് കരണം കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് വിശ്വാസത്താൽ വരുന്ന നീതി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു രാജ്യത്തേക്ക് പോകുന്ന ഒരു ദുർഘടമായ രാജ്യത്തേക്ക് നമ്മുടെ 2 സഹോദരന്മാർ പോകാനിരുന്നപ്പോഴാണ് അവിടെ ഒരു വലിയ ബോംബ് പൊട്ടി. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എത്ര നാൾ ജീവിക്കണമെന്നൊന്നും അവർക്ക് വലിയ ഗ്യാരണ്ടി ഒന്നും ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ ദീർഘായുസ് നോക്കിയിരിക്കുന്നവരല്ല, നിത്യജീവൻ നോക്കിയിരിക്കുന്നവരാ. അപ്പോൾ അവിടെ ഇറങ്ങിപ്പോയി കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയണമെങ്കിൽ എന്ത് വിശ്വസിക്കണം? ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ സ്വർഗത്തിലിരിക്കുമെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഈ പിള്ളേരെ എങ്ങനെയാണ് സുവിശേഷത്തിലേക്ക് ഇറങ്ങുന്നറിയോ? അവർക്ക് ഉറപ്പാ, ചത്തുപോയാലും കുഴപ്പമില്ല, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ പോകുന്നത്. ആ ഫെയ്ത്താണ്, ഫെയ്ത്തിൻ്റെ അഷുറൻസാണ് ഇത് ഇറക്കിക്കൊണ്ട് പോകുന്നത്. ഇന്ന് സ്റ്റേജുകളിൽ നിന്ന് പഠിപ്പിക്കുന്നതിന് ഓടി നോക്കടാ, മാർക്ക് കിട്ടുവാണെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന. അവർക്ക് യാതൊരു ഉറപ്പുമില്ല, അവരെങ്ങും പോകാൻ പോകുന്നില്ല. കാരണം അവർക്കറിയാമല്ലോ അവർക്ക് സ്വർഗം ഉണ്ടോ എന്ന് തന്നെ. മരിച്ചാൽ പോയി. അഷുറൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഉറപ്പില്ലാത്ത ഒരാൾക്കും കർത്താവിന് വേണ്ടി മരിക്കാനോ അവൻ്റെ നീതിയിലേക്ക് പോകാനോ പറ്റത്തില്ല. എൻ്റെ ഞങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരൻ്റെ സുഹൃത്തിനെ അറിയുന്ന ഒരു പാസ്റ്ററാണ് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പോയി രക്തസാക്ഷിയായിട്ട് മരിച്ച ജോൺ എന്ന് പറഞ്ഞ സഹോദരനെ പ്രാർത്ഥിച്ചു വിട്ടത്. നിങ്ങൾക്കറിയാം, ഇപ്പോഴും ഇഷ്ടംപോലെ യൗവനക്കാർ പോയി മരിക്കാൻ തയ്യാറായി ക്യൂ നിൽക്കുക. കാരണം എന്താണെന്നറിയോ? ഇവർ പറയുന്നത് സകല ജാതികളോട് സുവിശേഷം പറയുന്ന ശേഷമാണ് കർത്താവ് വരുള്ളൂ എന്നാണ്. ഞാനൊരു കണക്ക്, ഇവരുടെ ഒരു പ്രസംഗം കേട്ടപ്പോൾ ഞാൻ കേട്ടൊരു കണക്കാണ്. 2016 മറ്റോ അല്ല, എനിക്ക് ആ വർഷം മറന്നു, 1970 മറ്റോ തോന്നുന്നു, ഒരു കോൺഫറൻസ് നടന്നപ്പം അവർ കണ്ടെത്തിയത്, വർഷം കറക്റ്റല്ല, ഞാൻ മറന്നുപോയി, മൊത്തം 25,000-ഓളം ട്രൈബ് ഈ ലോകത്തുള്ളതിൽ 13,000 ട്രൈബുകളും സുവിശേഷം കേട്ടിട്ടുണ്ട്. ബാക്കി 12,000 ട്രൈബുകൾ ഇനി കേൾക്കാനുണ്ട്, സുവിശേഷം കേൾക്കാനുണ്ടെന്ന് 1970 പറഞ്ഞത്. 2016-17 ആയപ്പോഴേക്കും അവരുടെ കോൺഫറൻസിൽ എന്താ പറഞ്ഞതെന്നറിയോ?
ഇനി 500 ട്രൈബുകൾ ഇത് കേൾക്കാൻ ബാക്കിയുള്ളൂ എന്നാണ്. ഈ 450-ാമത്തെയോ 500-ാമത്തെയോ ഒക്കെ ട്രൈബായിരിക്കും ഈ കിടക്കുന്ന സെന്റിനൽ ദ്വീപിൽ കിടക്കുന്നത്. അപ്പം ഇവരെന്താ പറയുന്നത്? കർത്താവെ വേഗം വരണേന്ന് പറഞ്ഞുകൊണ്ട് തുള്ളുവല്ല ചെയ്യുന്നത്, വേഗം വരാനുള്ള പണി നോക്കുവാണ്. ഞങ്ങൾ സുവിശേഷം പറഞ്ഞ് തീർക്കാം, കർത്താവെ നീ പെട്ടെന്ന് വാ, നിന്റെ പണി ഞങ്ങൾക്ക് തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പിള്ളേർ പോകുന്നത്. ഇതൊന്നും കല്യാണം കഴിച്ച പിള്ളേരെന്നല്ല, 20, 22, 24 വയസ്സുള്ള പിള്ളേരാണ്. എങ്ങനെ അവർ പോകുന്നത്? അവരവരുടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നതുകൊണ്ടാണ് പോകുന്നത്. ഇത് കാനഡയ്ക്ക് പോകാൻ വേണ്ടി ഉപവാസം എടുക്കുന്ന സഭയിൽ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരൻ ഈ എന്താ മിഷണറി ആയിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ വഴക്കുണ്ടാക്കി. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മനുഷ്യൻ അമേരിക്കയിലോ കാനഡയിലോ ബ്രിട്ടനിലോ പോയി ജോലി ചെയ്താൽ മാസം 4 ലക്ഷം രൂപ സാലറി കിട്ടും. സങ്കല്പിച്ചു, രൂപ ദശാംശം വരും. കണക്കൂട്ടാൻ അറിയത്തില്ലേ? 40,000 രൂപ വരും അല്ലേ? 10 പേരെങ്ങനെ ഉണ്ടെങ്കിൽ ആ ചർച്ചിൻ്റെ വരുമാനം എന്തായിരിക്കും? 4 ലക്ഷം ആയില്ലേ? ആ 10 പേര് സുശേഷയിലേക്ക് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും? ഈ 10 പേരും ഇങ്ങോട്ട് 1 രൂപ തരില്ലെന്ന് മാത്രമല്ല, നമ്മൾ പിഴിഞ്ഞ് അവർക്ക് പൈസ അയച്ചു കൊടുക്കേണ്ടി വരും. എക്കണോമിക്കലി നോക്കിയാൽ ഒരാൾ മിഷണറി ആകാൻ പോകുന്നത് ഭയങ്കര നഷ്ടമാണ്. സഭ എങ്ങനെ കെട്ടിടം പണിയും, എങ്ങനെ സെമിത്തേരി വാങ്ങിക്കും, എങ്ങനെ ഓഡിറ്റോറിയം പണിയും, എങ്ങനെ പാഴ്സനേജ് പണിയും സഹോദരങ്ങളെ. ഈ ആൾക്കാരാണ് മിഷണറി വേലയ്ക്ക് പോയാൽ അതും നല്ല മിടുക്കര പിള്ളേർ, എവിടെ വേലും പോയി പൈസ മേടിച്ചുകൊണ്ട് വരേണ്ട പിള്ളേർ. ഒരു പാസ്റ്റർ ഉടക്കുണ്ടാക്കി, നിനക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പുള്ളി PhD കഴിഞ്ഞ പയ്യനായിരുന്നു. സുശേഷയ്ക്ക് പോകാൻ പറ്റില്ല, ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്ക് വിളിയുണ്ട് പാസ്റ്റർ, എന്നാ ചെയ്യും? എന്നോട് പറയാതെ ഒരു വിളിയും ദൈവം നിന്നെ വിളിക്കൂല. അവസാനം അവനോട് ഞങ്ങൾ പറഞ്ഞു, നീ സഭ വിട്ട് ഞങ്ങളുടെ സഭയിലോട്ട് പോരാൻ പറഞ്ഞു. അവിടെ പോയി നിന്നായിരുന്നു. ഞങ്ങളുടെ സഭ വന്നൊന്നുമില്ല, വന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവനെ മിഷണറി വേലയ്ക്ക് പറഞ്ഞു വിട്ടു. ഫെയ്ത്ത് എന്ന് പറയുന്നത് മരണത്തെ ഭയപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുക ചെയ്യുന്നത്. പ്രാണഭയം എന്നാലും ഉണ്ടാവും കേട്ടോ, അത് വേറൊരു സാധനമാണ്. അത് നമ്മൾ ആരെങ്കിലും കത്തി ചൂണ്ടി തട്ടിക്കളയെന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഒരു ആന്തരില്ല. അതാ പ്രാണഭയം. പൗലോസ് പല പ്രാവശ്യം പ്രാണഭയത്തിലായിട്ടുണ്ട്. ഇപ്പം തട്ടിപ്പോവും എന്ന് പറയുന്ന പ്രാണഭയം ലോകത്തിലെ സകല മനുഷ്യർക്കും വരാം. പക്ഷെ മരണഭയം എന്ന് പറഞ്ഞാൽ അതല്ല സാധനം. ഞാൻ തീർന്നു പോയാൽ എന്താകും? ഞാൻ സ്വർഗത്തിൽ പോകൂലേ? എൻ്റെ പാപങ്ങളിവിടെ കിടക്കുവാണോ? ഞാൻ നരകത്തിൽ പോകുമോ? ഞാൻ നശിച്ചു പോകുമോ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താവും? ഇതാണ് മരണഭയം എന്ന് പറയുന്ന സാധനം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ആൾക്കാരാണ്, നമ്മൾ പഴയ ആൾക്കാരല്ല. നമ്മൾ കാഴ്ചയിൽ പിന്നെ ജീവിക്കില്ല, നമ്മൾ വിശ്വാസത്താൽ മാത്രമേ ജീവിക്കുള്ളൂ. പിന്നെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് പ്രവചിക്കാൻ തുടങ്ങിയാൽ നമ്മൾ സമ്മതിക്കുകയില്ല. കാരണം അത് വേണ്ട, നമുക്ക് വേണ്ടെന്നേ. ഈ വേണ്ടാത്ത ലൈഫ് എന്തിനാണ് ഞങ്ങളോട് പറയുന്നത്? ഓക്കെ, സന്തോഷമായോ? ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വിശ്വാസത്താൽ എനിക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു ഗുണവും എനിക്കില്ല, പക്ഷെ എൻ്റെ ഉള്ളിലേക്ക് ഈ പ്രത്യാശയുടെ ഉറപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഉറപ്പ് കൂടുന്തോറും നമ്മുടെ റാഡിക്കൽസ് ആയിക്കൊണ്ടിരിക്കും. ഇന്ന് സാധാരണ ചർച്ചകളിലെല്ലാം നമ്മൾ പ്രസംഗിക്കുന്നത് മര്യാദയ്ക്ക് ജീവിച്ചാൽ നീ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നീ എല്ലാം നരകത്തിൽ പോവുള്ളൂ. അപ്പം ഞാൻ ആലോചിക്കുക, ഞാൻ മര്യാദയ്ക്കാണോ ജീവിക്കുന്നത്? എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കണ്ണാടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു മര്യാദയിലും അല്ല ജീവിക്കുന്നത്. അപ്പം എങ്ങോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുക? ഞാൻ കഴിഞ്ഞ ദിവസം IPCയുടെ ഒരു കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പണ്ട് ഈ പൂർവ്വപിതാക്കന്മാർ, ഇവരെപ്പോഴും പിതാക്കന്മാരുടെ പൈതൃകം ഭയങ്കര അഭിമാനമുള്ള ആൾക്കാരാണ്. ഓർത്തഡോക്സുകാർക്കായിരുന്നു പണ്ട് അതുണ്ടായിരുന്നു, ഇപ്പോൾ IPCക്കാർക്കൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു പണ്ടത്തെ ട്രാക്റ്റ്, അതായത് 90കളിൽ അടിച്ച ട്രാക്റ്റ് ഉണ്ട്, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ? ട്രാക്റ്റ്, ഒരു ബണ്ടിൽ ട്രാക്റ്റുമായിട്ട് നിങ്ങൾ ചർച്ചിൽ പോവുക. എന്നിട്ട് അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുക, മരിച്ചാൽ സ്വർഗത്തിൽ പോവോ? അപ്പോൾ ഒരറിയാമല്ല, ആർക്കറിയാം ബ്രദറെ, ചിലപ്പോൾ പോവായിരിക്കും. ഇതാ ട്രാക്റ്റ്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ആദ്യം ട്രാക്റ്റ് ഇതിനകത്ത് കൊടുക്കണം. വിശ്വാസം ആർക്കുമില്ല, സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പില്ല, ഒരു പ്രത്യാശഗാനം പാടാൻ പറ്റുന്നില്ല, കണ്ണുകൾ കൊതിക്കുന്നില്ല, ഉള്ളം തുടിക്കുന്നില്ല, കാരണം വന്നാൽ പോകുമെന്ന് ഉറപ്പില്ല. ഈ സ്വയനീതിയുടെ പ്രസംഗങ്ങളെല്ലാം കൂടെ കയറി നോക്കടാ നീതി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പ്രസംഗിച്ച് എന്ത് പറ്റിയെന്നറിയോ? നമ്മുടെ ഉള്ളിലെ ഫെയ്ത്ത് മനുഷ്യനീതിയെ ആസ്പദമാക്കിയുള്ളതായി മാറി, അത് തകർന്നു പോയി. രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തിക്ക് പകരം ഓടാനുള്ള എൻ്റെ ശക്തിയിലേക്ക് ആ വിശ്വാസത്തെ തിരിച്ചുവിട്ടു.
എത്ര വലിയ അപകടത്തിലാണ് ഈ ക്രിസ്തീയ സമൂഹം ഇരിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെളിപ്പെട്ട് വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം നിങ്ങൾക്ക് ഈ ദേശത്ത് ഒരു വ്യത്യസ്തമുള്ള സഭയായിട്ട് മാറാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പാടി തുള്ളുന്നതിനോട് നിങ്ങളും പോകും. ഞാനിങ്ങനെയൊക്കെ പറയുന്നതിന് കാരണം ഞാൻ രണ്ടാമത് വരുന്നതിന് മുമ്പ് കർത്താവ് വരുമെന്നോ ഞാൻ പോകുന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടേ പറയുമ്പം പറഞ്ഞങ്ങ് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഞാനിങ്ങനെ തന്നെ എപ്പോഴും പറയുന്നു. അപ്പോൾ അടുത്ത് പറയുന്നത് എങ്ങനെയാണ് ഈ ഉറപ്പ്, വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത്. അത് വേറൊരു ഭാഗത്ത് വിശദമായിട്ട് വരുന്നുണ്ട്. അത് പിന്നീടൊരവസരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഇവിടെ വരുന്നതായിരിക്കും. അന്നേരം അത് കൂടുതൽ പറയുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് തന്നെ വിടുന്നു. ഇവിടെ പറയാണ്, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്. അത് ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയാണ്. ഈ പ്രത്യാശ എന്താണെന്നുള്ളത് റോമാലേഖനം 8:23 വാക്യത്തിൽ പറയുന്നുണ്ട്. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാമും. അപ്പോൾ ആത്മാവിൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. റോമാലേഖനം 8:23. ഞരങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഈ പ്രസംഗം 9 മണിക്ക് നിർത്തുമെന്നായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 10 മണിയായിട്ട് ഞാൻ നിർത്താതെ ഒരു വാക്യം കൂടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്ങിനെയാണ് ഞരക്കം എന്ന് പറയുന്നത്. ഇത് എപ്പോൾ തീരും അല്ലേ? ചില ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ ബോറടിച്ചിട്ട് മടുത്തിട്ട് ഈ സാറ് നിർത്തുന്നുമില്ല, മണിയടിക്കുന്നില്ല, പ്യൂൺ ഉറങ്ങിപ്പോയതാണോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ചില സമയത്ത് ടൈം ആയാലും പ്യൂൺ ശ്രദ്ധിക്കില്ല, 5 മിനിറ്റൊക്കെ മുമ്പോട്ട് പോകും. സഹിക്കാൻ പറ്റത്തില്ല. ആ ബെല്ലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവൻ്റെ വിഷമം അവന് മാത്രമേ അറിയത്തുള്ളൂ. അതിനാണ് നമ്മൾ ഞരക്കം എന്ന് പറയുന്നത്. പൈസ ഇല്ലാതെ ഞരങ്ങുന്നവരുണ്ട്. എപ്പോൾ പൈസ വരും. ഞാൻ പണ്ട് 2010 ഒരു ബൈക്ക് ബുക്ക് ചെയ്തു. ഈ ബൈക്ക് വരാൻ താമസിച്ചപ്പോൾ ഞാൻ ഞരങ്ങുമോ, എപ്പോൾ വരും ഈ ബൈക്ക് എപ്പോൾ വരും? അപ്പോഴാണ് മനസ്സിലായത് പാപം എവിടെയെല്ലാമാണ് ചുറ്റിപ്പിടഞ്ഞ് കിടക്കുന്നത്. ഇതിനൊക്കെയാണ് ഞരക്കം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയൊക്കെ ഞരങ്ങുന്നവരുണ്ട്. വിസ വരാൻ വേണ്ടി ഞരങ്ങുന്നവരുണ്ട്. തടഞ്ഞു വെച്ചിരിക്കുന്ന അന്ധകാര ശക്തികൾ, ബാംഗ്ലൂരിന് മുകളിൽ വ്യാപരിക്കുന്ന ദേശാധിപ ശക്തികൾ. എൻ്റെ സഹോദരങ്ങളെ, ഈ വക ഗുരുമാരികൾക്കൊന്നും ഒരു ശക്തിയില്ല ഇപ്പം. അതൊക്കെ പഴയ നിയമത്തിലായിരുന്നു, ദാനിയേലിൻ്റെ കാലത്തായിരുന്നു. ഈ കർത്താവ് ക്രൂശിൽ മരിച്ച ശേഷം ഈ സാധനങ്ങൾക്കൊന്നും ഒരു ബലവും ഇല്ല. അതൊക്കെ തോറ്റില്ല. നമ്മുടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയാം, എൻ്റെ പാസ്റ്ററെ ഭയങ്കര പോരാട്ടം. ഞാൻ എന്ത് പോരാട്ടം? കോഴിമുട്ടയിൽ കൂടോത്രം, ചെമ്പരത്തിപ്പൂവിൽ കൂടോത്രം, ഞങ്ങൾക്ക് ഒരു സമാധാനവുമില്ല, ബിസിനസ് ശരിയാവുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, എന്നിട്ടും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ കർത്താവിനെ വിട്ടിട്ട് അവന്മാരുടെ കൂടെ. ആർക്കാ ഇപ്പം ശക്തി ആർക്കാ? നിങ്ങളിവിടെ നിന്നുകൊണ്ട് പിശാച് ഭയങ്കരനാ കേട്ടോ, പിശാച് ഒപ്പിച്ചതാ കേട്ടോ, ഞാനല്ല, ഈ പിശാചിൻ്റെ പോരാട്ടം കേട്ടോ എന്ന് പറയുമ്പോൾ ആരെ നിങ്ങൾ പൊക്കി പറയുന്നറിയോ? ശക്തിയും ബലവും ബഹുമാനവും സ്വീകരിപ്പാൻ കുഞ്ഞാട് മാത്രം യോഗ്യനായിരിക്കെ നിങ്ങൾ ഈ സാത്താന് ഭയങ്കര ശക്തിയാണ്, സാത്താൻ ഭയങ്കര പണിയാണെന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ ആർക്കാ മഹത്വം പോകുന്നേ? എന്നിട്ട് ഒരു കുട്ടിച്ചാത്തൻ ചെന്ന് വേറൊരു കുട്ടിച്ചാത്തൻ്റെ പറയും, എടാ എനിക്ക് ഭയങ്കര ശക്തിയാ. നിനക്കെങ്ങനെ മനസ്സിലായി? ആ കണ്ടത്തിലൊന്നും കാണിക്കരുത്. ആ ക്രൂശിൽ കർത്താവ് മരിച്ചാൽ നമ്മുടെ തലയെല്ലാം ചവിട്ടി ചമ്മന്തിയാക്കി വെച്ചിരിക്കുക. നമ്മളെ കൊണ്ട് ശക്തിയൊന്നുമില്ല. ഈ വിരട്ടി ജീവിച്ച നമ്മുടെ ജീവനം നടന്നു പോകുന്നത്. ഇല്ലില്ല, അവർ സത്യം പ്രസംഗിക്കുന്നവരാന്നാ പറയുന്നത്. അവൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ശക്തിയാണ്. അവന്മാർക്കറിയാം അവർ തോറ്റതാണ്. പക്ഷെ നമ്മൾ സമ്മതിക്കില്ല. എന്നാ പോരാട്ടം എന്ന് പറയുന്നവര് അത് അഴിച്ചു വിട്ടിട്ട് പോകണ്ടേ? അത് അഴിച്ചു വിടുകയില്ല. പാസ്റ്റർമാരെന്ന് പറയും, നിങ്ങൾക്കൊരു ഭയങ്കര പോരാട്ടം. അപ്പം തന്നെ പറഞ്ഞു, ഇത് അഴിച്ചിട്ട് ഇവിടുന്ന് പോവുള്ളൂ. അല്ലെങ്കിൽ ഈ പോരാട്ടം ചിലപ്പോൾ ഒന്ന് തട്ടി വീണ ഉടനെ പറയാം, പോരാട്ടം ഒന്ന് പാസ്റ്റർ പറഞ്ഞായിരുന്നു. നമ്മുടെ അടിമകളായി കഴിഞ്ഞു. അന്നേരം തന്നെ പറയണം, ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞോണം, ഇറക്കി വിട്ടിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഇനി അഥവാ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശവപ്പെട്ടി കണ്ടു, പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പം സാമാന്യ സകല മനുഷ്യർക്ക് ശവപ്പെട്ടി പേടിയാണ്. സത്യം പറയാൻ തിരിച്ചു പറയേണ്ടത്, എൻ്റെ വീണ്ടെടുപ്പിൻ്റെ എടുത്തിരിക്കുന്നതിനായി ഞാൻ സന്തോഷിക്കുന്നു. എത്രയും വേഗം എൻ്റെ പ്രിയനെ കാണാൻ ഞാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തേലും പ്രവചിക്കാൻ പറ്റുമോ?
ഒന്നുമേ മുടിയാതെ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ അടുത്ത് പ്രവാചകൻ പോലും മുട്ടുകൂട്ടിയിരിക്കും. പ്രവചിക്കാൻ പറ്റിയില്ല. എന്നോടൊരാൾ പ്രവചിച്ചാണ്, നിങ്ങൾ എയ്റോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാത്ത രീതിയിലുള്ള മിനിസ്റ്റർ നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് എയ്റോപ്ലെയിനിൽ കയറി ഇറങ്ങിയേ പറ്റൂ. ഒന്ന് കുളിക്കാൻ പറ്റുമോ? അതിനകത്ത് നേരെ കാല് നീട്ടി ഒന്നിരിക്കാൻ പറ്റൂ. ഇതിനകത്ത് കയറി ഇറങ്ങാത്ത മിനിസ്റ്ററി കൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ? അല്ലേ പിന്നെ ആ മലേഷ്യൻ എയർലൈൻസ് പോയവരോ പോകണം. ഞാൻ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനത്തെ പ്രവചനം പറഞ്ഞാൽ കാളവണ്ടിയെ പോയാലും എയ്റോപ്ലെയിനെ പോയാലും ഒരുപോലെ ആകണമെന്നാണ് ആഗ്രഹം. അങ്ങനെയൊന്നും അല്ല, ഇനി ഒരുപോലെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനിടയിൽ നിങ്ങൾ വന്ന് പ്ലെയിനെ കൊണ്ടുവന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിക്കാൻ നിങ്ങളെ പറഞ്ഞു വിട്ട് ആരാന്ന് ഞാൻ ചോദിച്ചു. ഈ മോഹം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് യുവമാരെ വിടുന്ന ആരായിരിക്കും? പറ, ആരായിരിക്കും? അപ്പം ഇനി യുവമാർ പ്രവചിച്ച് അപ്പത്തന്നെ എഴുന്നേക്കണം, പറയണം, ഇതിവിടെ നടപ്പാവില്ല സഹോദര എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഇവർ വഴിക്ക് വരത്തില്ല. അത്ര ഇല്ലല്ലേ? അഭിഷിക്തനെ തൊട്ടാൽ വല്ലതും സംഭവിക്കുമെന്ന് പേടിയായിരിക്കും. നിങ്ങൾ തന്നെയാണ് കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണികൾ എന്ന് പറയുന്നത്, വേറെ ആരുമല്ല. നമ്മളാണ്, വിശ്വസിക്കുന്നവരാണ്, മക്കളാണ്. ഓക്കെ, അപ്പം ഇവിടെ പറയുന്നത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പം കഷ്ടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരു സംശയമില്ല. എന്താ, നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. കഷ്ടത അറിയാൻ വയ്യാത്ത ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ല. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താ? കുറേ കഷ്ടത സഹിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സഹിക്കാനുള്ള കപ്പാസിറ്റി കിട്ടും. അത് ഭയങ്കരമായി. അപ്പൊ കഷ്ടത ഒരു ശീലമായിക്കോളും, അതാണ്. ഇനി കഷ്ടത ശീലമായി മാറി സഹിക്കാനുള്ള കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തു വരും എന്നറിയോ? സിദ്ധത. ഈ സിദ്ധത എന്ന് പറഞ്ഞാൽ എന്താ? സിദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അംഗീകരിച്ച സ്വഭാവം എന്നാണ് അതിൻ്റെ അർത്ഥം. ഗോഡ് അപ്രൂവ്ഡ് ക്യാരക്ടർ. മിക്കവാറും ട്രാൻസ്ലേഷൻസിലെല്ലാം ക്യാരക്ടറിനെ കൊടുത്തിട്ടുള്ളൂ, ചിലടത്ത് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം അംഗീകരിച്ച സ്വഭാവം എന്നാണ്. അപ്പം ദൈവം അംഗീകരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് എങ്ങനെ ലഭിക്കുന്നത്? അത് വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്താണ് ഈ ദൈവം അംഗീകരിക്കുന്ന സ്വഭാവം വീടും തമ്മിലുള്ള ബന്ധം? ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ അപ്പന് എന്നെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. ഭയങ്കര മാർക്ക് മേടിക്കുന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മേടിക്കുകയും ചെയ്യുമായിരുന്നു. 45 മാർക്ക് 50 ഇല്ലാതെ എനിക്ക് വീട്ടിൽ കയറാൻ പ്രയാസമായിരുന്നു. ഭയങ്കര വഴക്കായിരിക്കും. എവിടെ പോയടാ ബാക്കി എന്ന് വെച്ചാൽ ഭയങ്കര വഴക്ക്. മാത്തമാറ്റിക്സിന് 50 മേടിക്കണമെന്ന്, 50 50 ഔട്ട് ഓഫ് 50 വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ അപ്പനും എല്ലാവർക്കും ആഗ്രഹമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും എനിക്കത് കിട്ടില്ല. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി വെച്ച് 48 47 ആയി പോകും. ഒരു ദിവസം അപ്പം തീരുമാനിച്ചു, ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇവൻ ഉഴപ്പനാണ്, അതുകൊണ്ട് ഇവനെ ട്യൂഷന് വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 8ാം ക്ലാസ്സിൽ ആദ്യമായി അവസാനമായും ഞാൻ മാത്തമാറ്റിക്സിന് ട്യൂഷന് പോയി. ഓണത്തിൻ്റെ പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നപ്പം 39. ഞാൻ ഈ പേപ്പറുമായിട്ട് ഇങ്ങനെ ഇതികർത്തവ്യ മൂഢനായി ഇങ്ങനെ കസേരയിലിരിക്കുക, വീട്ടിൽ പോകണമെന്നില്ല. ഞങ്ങൾ അന്ന് 4:10 ഒരു ബസ്സുണ്ട്, അതിനാണ് പോകുന്നത്. ഓടി 4 മണിയാകുമ്പോഴേക്കും ഓടി ടൗണിൽ വരും, അപ്പോൾ ബസ് വരും. പക്ഷെ ഞാൻ നടന്ന് പതുക്കെ പോട്ടെന്ന് വെച്ചു. കാരണം വീട്ടിൽ പോയാൽ അപ്പനെ കാണണ്ടേ, കാണിക്കണ്ടേ. അപ്പനാണ് PTA പ്രസിഡന്റ്. നാളെ വരുമ്പം ഈ പേപ്പറിലെടുത്ത് നോക്കും. എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അടുത്ത വണ്ടി വന്നു. അത് 5 മണിക്കാണ്, ലാസ്റ്റ് വണ്ടിയാണ്. ഞങ്ങളുടെ ഹൈ റേഞ്ചാണ്, അവിടെ ലാസ്റ്റ് വണ്ടി അതാ. ഈ 5 മണിയുടെ വണ്ടി 1 മണിക്കൂറുടെ കഴിഞ്ഞേ വരാവുള്ളൂ എന്ന് എൻ്റെ പ്രാർത്ഥന. കാരണം പോകാൻ താല്പര്യമില്ല. പക്ഷെ അത് 10 മിനിറ്റ് നേരത്തെ വന്നു. അതിൽ കയറി ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്നാന്നറിയോ, ഇതിന് ടയറിന്ന് പഞ്ചറാവണേ, എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ഡൗൺ ആവണേ, 1.5 മണിക്കൂർ എനിക്ക് കിട്ടുവാണെങ്കിൽ. കാരണം ചെല്ലാൻ താല്പര്യമില്ല. നമുക്കൊന്നും സ്വർഗത്തിൽ പോകാൻ ഒരു ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം എന്നറിയോ, ഈ നമുക്ക് ദൈവം അംഗീകരിച്ച ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് നമുക്കൊരു ബോധ്യമില്ല. എന്നാൽ അത് 50 50 കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ 4 മണിക്ക് ഓടുന്ന ഓട്ടോ എന്തോ ഓട്ടോ ആയിരുന്നേനെ. ഇവിടെ പൗലോസ് പറയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ഭയങ്കര സമാധാനമായതുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലാൻ ഒരു മടിയുമില്ല. ആ പ്രത്യാശയിൽ ഞാൻ വല്ലാതെ പ്രശംസിക്കുന്നതുകൊണ്ട് കഷ്ടത വന്നാലും സഹിഷ്ണുത ഉണ്ടാവുകയും, സഹിഷ്ണുത പിന്നെ സിദ്ധത ഉണ്ടാവുകയും, ആ സിദ്ധത ഈ എൻ്റെ പ്രത്യാശ ഉറപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഭംഗം വരാത്തൊരു പ്രത്യാശയാലാണ് ദൈവം എന്നെ രക്ഷിച്ചിരിക്കുന്നത്.
അടുത്ത വാക്യം, കണ്ണ് തീർത്തും പോയല്ലോ, ഓരോ ദിവസം ചെല്ലുന്തോറും ഇത് കാണാതെ വരിക. ഓക്കെ. എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അപ്പം ആശയ്ക്ക് ഭംഗം വരും, ആശാഭംഗം എന്നാണ് പറയുന്നത്. വിസ ചിലപ്പോൾ വരികയില്ല. നമ്മൾ വിചാരിക്കുന്നതൊന്നും കാര്യം നടക്കില്ല. നിങ്ങൾ ആശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആശാഭംഗം വരും. പക്ഷെ പ്രത്യാശയ്ക്കോ ഭംഗം വരില്ല. അതിൻ്റെ കാരണം ആശയ്ക്ക് എതിരായ ആശയാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രതി ആശയാണ് പ്രത്യാശ. ഹോപ്പിംഗ് അഗെയിൻസ്റ്റ് ഹോപ്പിനെയാണ്. നമ്മുടെ കണ്ണിലൂടെ നോക്കിയാൽ സ്വർഗത്തിൽ പോകാനുള്ള ഒന്നും നമുക്കില്ല. പക്ഷേ നമ്മൾ വിശ്വാസത്തോടെ നോക്കിയാൽ എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്, ഞാനവിടെ പോവും. അപ്പോൾ ആശയ്ക്ക് എതിരായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആശയാണ് എന്ത് പറയുന്നത്? പ്രത്യാശ എന്ന് പറയുന്നത്. അതിനൊരിക്കലും ഭംഗം വരുന്നില്ല. കാരണം പ്രത്യാശ പിടിച്ചിരിക്കുന്നത് കർത്താവാണ്. ഓക്കെ. ഇനി 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ല, അത് തന്നെ 5 മുതൽ. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ അതിഭയങ്കരമായി സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ബോധ്യം വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ പോകാൻ തിടുക്കം, ഞരക്കം. കർത്താവേ നീ എപ്പോൾ വരും, കാന്താ താമസം എന്താഹോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർത്തപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മൽപ്രിയനെ, എന്നേശ് നായകനെ എപ്പോൾ വരുമെന്ന് ചോദിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ എന്ന് പറയുന്നത്. ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എന്ന് പാടുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്നേഹം കാരണമാണ്. ശരിയാണോ? അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിനക്കൊരു ഭാഗ്യനാടുണ്ട്, നിനക്കൊരു നിത്യഭവനമുണ്ട്, നീ ഇവിടെ നശിച്ചു പോകേണ്ട ആളല്ല, നീ വേറൊരു സ്ഥലത്തേക്കുള്ള വിസ കിട്ടിയ ആളാണ്, അവിടെ ജീവിക്കേണ്ട ആളാണ്, ഇവിടെ ഒന്നും ഇല്ല, നിനക്ക് കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കുക. വിടുതലില്ല പാസ്റ്ററെ, സാരമില്ല, നീ ഓൾറെഡി വിടുവിക്കപ്പെട്ടവനാണ്. ഓക്കെ. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നീതിമാന് വേണ്ടി ഓക്കെ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അതാ ഞാൻ എത്ര നേരം റോമാലേഖനത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ? കർത്താവ് മരിക്കുമ്പോൾ നമ്മൾ അഭക്തരും അവൻ്റെ ശത്രുക്കളുമായിരുന്നു എന്ന് റോമാലേഖനം പറയുന്നു. ഓക്കെ. അടുത്ത വാക്യം, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ഈ നീതിമാൻ, നമ്മുടെ പഴയകാലത്തെ സാർമാരെ നോക്കി കഴിഞ്ഞാൽ 2 തരം ടീച്ചേഴ്സ് ഉണ്ട് പഴയകാലത്തെ സ്കൂളുകളിൽ കേട്ടോ. ഇപ്പം എല്ലാം ഡിപ്ലോമാറ്റ്സ് ആണ്. പണ്ടത്തെ സ്കൂളിൽ അങ്ങനെയല്ല. ചില ആൾക്കാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും സാർമാർ. അവർ കോപ്പി എഴുതിയിട്ടുണ്ടോ, ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം നോക്കും. കോപ്പി എഴുതാത്തവനെ എഴുന്നേപ്പിച്ച് നിർത്തും, ഹോംവർക്ക് ചെയ്യാത്തവനെ എഴുന്നേപ്പിച്ച് നിർത്തും. ഇല്ലേ? ശരിയല്ലേ? അടി കിട്ടും. അപ്പോൾ കൃത്യമായിട്ട് ഇവർ വരും. അപ്പോൾ പിള്ളേരോട് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ ആ സാറിന് എന്തെങ്കിലും ജലദോഷമോ പനിയോ പിടിക്കണേ, ഇന്ന് ആബ്സെൻ്റ് ആകല്ലേ. നോക്കുമ്പോൾ സാറിൻ്റെ ബൈക്ക് എവിടെ ഇരിപ്പുണ്ടോ, സ്കൂട്ടർ എവിടെ ഇരിപ്പുണ്ടോ, ആൾ വന്നിട്ടുണ്ടോ, സ്റ്റാഫ് റൂമിലേക്ക് എത്തി നോക്കും. കാരണം ഈ നീതിമാനാണ്, ഭയങ്കര നീതിമാനാണ്. പുള്ളി മേടിക്കുന്ന സാലറിക്ക് പുള്ളി കൃത്യമായിട്ട് പണിയുന്നവനാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ശരിക്കും പഠിക്കണമെന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് ഈ ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കും. നമുക്കിഷ്ടമല്ല അല്ലേ. എന്നാൽ ചില ഗുണവാന്മാരായ സാർമാരുണ്ട്, അവരെ കൊണ്ട് നമുക്ക് ഭയങ്കര ഗുണമാണ്. അവരെപ്പോഴും നമ്മുടെ വർത്താനം പറഞ്ഞും തമാശ പറഞ്ഞും ക്രിക്കറ്റ് സ്കോറൊക്കെ ഡിസ്കസ് ചെയ്തും വഴക്കൊന്നും പറയില്ല, ഹോംവർക്ക് ചെക്ക് ചെയ്യത്തില്ല, അതൊന്നും വേണ്ട, സാരമില്ല. ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ഗുണവാൻ കാണും. നീതിമാൻ ആ വഴിക്ക് വരത്തില്ല. ഈ ഗുണവാന് വേണ്ടി മരിക്കാൻ ആൾക്കാർ തയ്യാറായിരിക്കും. രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ, അവരെ കൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മരിക്കാൻ വരെ ആൾക്കാർ തയ്യാറാവും. നീതിമാന് വേണ്ടി മരിക്കാൻ ഒരുത്തനും തയ്യാറാവില്ല. എന്ന് മാത്രമല്ല, അവനെ ഒതുക്കാനേ ശ്രമിക്കുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ വർക്ക് സ്ഥലത്ത് ഏറ്റവും നീതിമാനായ മനുഷ്യനാണ്, നിങ്ങളുടെ ഒരു അനീതിയും ചെയ്യില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ താങ്ങാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും ഇത്തിരി അഡ്ജസ്റ്റ്മെൻറ്റുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഔട്ടാവും. സ്കൂളിൽ അങ്ങനെയല്ലേ? പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ അല്ലായിരുന്നോ? നീതിമാനായി നോക്കിയേ, നിമിഷ നേരം കൊണ്ട് പിള്ളേർ നിങ്ങളെ കൂവി ഓടിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ്, ശരിയാണ്. പക്ഷെ കർത്താവ് എന്താ ചെയ്തേ? നീതിയും ഇല്ല, നമ്മളെ കൊണ്ടൊരു ഗുണവും ഇല്ല. വെറും
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെയാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. 10-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ. അപ്പോൾ നമ്മളെ ദൈവമായിട്ട് നിരപ്പിക്കുമ്പോൾ നമുക്ക് യാതൊരു ഗുണവുമില്ല, ശത്രുക്കളാണ്. നിരപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആരാ? നമ്മളെ നിരപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആരായിരുന്നു? ശത്രുക്കളായിരുന്നു. നിരപ്പിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ആരാ? മക്കളാ, അല്ലേ? അപ്പൊ ശത്രുക്കളെ ഇത്രയും സ്നേഹിച്ച് ശത്രുവിന് വേണ്ടി മരിക്കുന്ന ഒരു ദൈവം മക്കളോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? ദൈവത്തിന്റെ സ്വഭാവം നോക്കുക. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ നിരപ്പിക്കാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ മരിക്കാൻ അനുവദിച്ചുവെങ്കിൽ, നിരപ്പ് വന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശത്രുവിനെ ദൈവം അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ മക്കളെ എത്രയധികമായിട്ട് സ്നേഹിക്കും, എത്രയധികമായി അവരെ രക്ഷിക്കുമെന്നാണ്. എത്ര പേര് മക്കളാണ്? മക്കളെല്ലാം കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഉറപ്പുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞിരുന്നോ. അപ്പം ശത്രുക്കളോട് ഇത്ര സ്നേഹം കാണിച്ച ദൈവം മക്കളോട് എന്ത് ചെയ്യും? അവരെ എത്ര അധികമായി രക്ഷിക്കും. അടുത്തത്, ഇനി മുമ്പോട്ട് വരുമ്പോൾ ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ 19-ാം വാക്യമാണ് നമുക്ക് പ്രസക്തമായിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി മാറും. അപ്പോൾ നമ്മളെല്ലാവരും പാപികളായത് നമ്മൾ പാപം ചെയ്തിട്ടല്ല, ആദം പാപം ചെയ്തിട്ടാണ്. ശരിയാണോ? നമ്മൾ ജനിച്ചപ്പോഴേ പാപികളായിട്ടാണ് ജനിച്ചത്. ഇപ്പം കുഞ്ഞു പിള്ളേരെ നോക്കി, 2 വയസ്സ് പ്രായമുള്ളൊരു കൊച്ചിനെ നോക്കിക്കേ. ആ കൊച്ച് പാവമല്ലേ? ആണോ? ആണോ? എന്നാൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ടോയ് നിങ്ങളൊന്ന് എടുത്ത് മാറ്റി നോക്കി, അവൻ്റെ ഒറിജിനൽ സ്വഭാവം കാണിക്കും. ശരിയല്ലേ? അവന് അപ്പോൾ നിങ്ങളുടെ അത്ര ആരോഗ്യം കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ? എന്ത് ചെയ്യും അവൻ? ഒറ്റയടിക്ക് നിങ്ങളെ തല്ലിക്കൊന്നിട്ട് ആ ടോയ് ആയിട്ട് പോകും. പക്ഷെ അവൻ ആ സമയത്തൊന്നും ആരോഗ്യമില്ല. ദൈവം അവൻ ആരോഗ്യം വരുന്നതിന് മുമ്പ് അവനെ നിരപ്പാക്കി, വെടിപ്പാക്കി, അടി കൊടുത്ത് പൊട്ടിച്ച് ഡിസിപ്ലിൻ ചെയ്യാതെ അവനെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അപകടമായതുകൊണ്ടാണ് ഈ നിയമങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം ശരിക്കും മനുഷ്യൻ ജനിക്കുമ്പോഴേ പാപിയാണ്. പിന്നെ നമ്മൾ ആ പാപം കണക്കിടുന്നില്ല. ഈ പാപിയാണെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി ആ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പണി നോക്കി, ബാക്കിലോട്ട് നോക്കി, ഒന്ന് നോക്കിയാൽ വേണമെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പണി ഞാനിപ്പോൾ അവിടെ പോയി ചെയ്താൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അവർ പിള്ളേരായതുകൊണ്ട് നമ്മൾ വെറുതെ വിടുന്നതാണ്, അല്ല മര്യാദക്കാരായതുകൊണ്ടല്ല. അപ്പം നമ്മൾ പാപം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപികളായി ജനിക്കുന്നതുകൊണ്ടാണ്. കുരങ്ങൻ മരം കയറുന്നത് അവൻ കുരങ്ങനായിട്ട് ജനിച്ചുകൊണ്ടാണ്. അവൻ എത്ര വിചാരിച്ചാലും മനുഷ്യനാവാൻ പറ്റത്തില്ല. ഞങ്ങൾ പണ്ട് കുറ്റാലത്തൊരു ക്യാമ്പിന് പോയപ്പം രസകരമായൊരു സംഭവം നടന്നു. അവിടെ ഒരു ചെറിയ പാർക്കുണ്ട്, ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് അവിടെ. ഞങ്ങളിങ്ങനെ പാർക്കിൽ പോയപ്പം ഒരു കുരങ്ങൻ ഒരു സ്പ്രൈറ്റ് ആണോ മിറിൻ്റെ ആണോ എന്നറിയില്ല, എൻ്റെ ബോട്ടിലെടുത്തിട്ട് ഒരു കുരങ്ങൻ അത് വളരെ സൂക്ഷിച്ചതിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് ഇങ്ങനെ മിറിൻ്റെ കുടിക്കുക. ഞാൻ അന്തം വിട്ട് ഇതിനെ നോക്കിയിരിക്കുമായിരുന്നു. ഒരു മനുഷ്യൻ പെരുമാറുന്ന പോലെ തന്നെയുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഈ കുരങ്ങനൊരു നല്ല ഷർട്ടൊക്കെ ഇട്ട് ഒരു നിക്കറൊക്കെ ഇട്ട് ആ നിക്കറിനകത്തോട്ട് വാല് ചുരുട്ടി വെച്ചിട്ട് ഇങ്ങനെ മിർണ്ടായും കുടിച്ചുകൊണ്ട് ഒരു കണ്ണടയൊക്കെ വെച്ചുകൊണ്ട് നടന്നാൽ മനുഷ്യനാവോ? ആവില്ല. അവൻ മനുഷ്യനാവണമെങ്കിൽ മനുഷ്യനായി ജനിക്കണം. പാപിയായ മനുഷ്യൻ എത്ര നീതിമാനായി അഭിനയിച്ചാലും എത്ര വേഷം കിട്ടിയാലും അവൻ പാപി തന്നെ ആയിരിക്കുള്ളൂ. പാപിയായിട്ട് അവൻ ജനിച്ചവൻ, അവൻ ജന്മനാ ഉള്ള നേച്ചർ അതാ. അവൻ ഇനി നീതി ചെയ്യണമെങ്കിൽ നീതിമാനായി ഒന്നും കൂടെ ജനിക്കണം.
അപ്പോൾ നമ്മൾ നീതി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീതി ചെയ്ത് നീതിമാനാകുന്നതല്ല, നീതിമാനായി ദൈവം നമ്മളെ പുനർജനിപ്പിക്കുന്നത് കൊണ്ട്, വീണ്ടും ജനിപ്പിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നീതി ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓടുന്നവനാലുമല്ല, അധ്വാനിക്കാവുന്നവനുമല്ല, വീണ്ടും ജനിപ്പിക്കുന്ന ദൈവമാണ് നമ്മളെ നീതീകരിക്കുന്നത്, നീതിമാനാക്കുന്നത്. നീതി ചെയ്യുന്നവനല്ല നീതിമാൻ, നീതിമാനെന്ന് വിളിക്കപ്പെടുന്നവനാണ് നീതിമാൻ. കാരണം ദൈവമാണ് ഒരാൾ നീതിമാനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി പാപികളായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുസരണക്കേടിനാൽ, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ആദമിൽ നിന്ന് വന്നവരാണ് അല്ലേ? നമ്മളെല്ലാവരും ആദമിലുണ്ടായിരുന്നു. ആദമിൻ്റെ അകത്ത് എവിടെയോ ഞാനുണ്ടായിരുന്നു. ആദമിനകത്ത് നമ്മളെല്ലാം പതുക്കെ പതുക്കെ കാലാന്തരത്തിൽ വെളിയിൽ വന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആരുടെ സ്വഭാവമുണ്ട്? ആദമിൻ്റെ സ്വഭാവമുണ്ട്. ആദമിൻ്റെ വെളിയിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? ഏലിയൻസ്, ചൊവ്വായിൽ നിന്ന് വന്നവരോ അങ്ങനെയൊന്നും ആരും ഇല്ലല്ലോ. എല്ലാവരും ആദമിൻ്റെ പിള്ളേരല്ലേ? അപ്പം ആദം പാപം ചെയ്തപ്പോൾ ആദമിൽ നമ്മളുണ്ടായിരുന്നത് കൊണ്ട് ആദമിന് ആ പാപത്തിലൂടെ എന്തെല്ലാം സ്വഭാവം കിട്ടിയോ അതെല്ലാം നമുക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബൈ ബർത്ത് ഞാൻ പാപിയായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി മാറിയെങ്കിൽ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി മാറുന്ന ഒരു രക്ഷയുടെ പ്രൊവിഷൻ കൂടെ അവിടെ നമുക്കുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ നീതി ഒരു ഡയഗ്രാം വഴി നമുക്ക് ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഏക മനുഷ്യൻ്റെ നീതിയാൽ നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൂ കാണാൻ പറ്റുന്നുണ്ടോ? ഈ പൂവിൻ്റെ രണ്ടിനിടയ്ക്കുള്ള ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇതൊരു ടാർഗറ്റായിട്ട് നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഏറ്റവും പുറകിൽ ആ ഭിത്തിയിൽ ചാരി നിന്നുകൊണ്ട് ഒരു ചെറിയ ആരോ എടുത്തിട്ട് ആ ടാർഗറ്റിലേക്ക് എയ്യുക. ഏതാ ആരോ? ആരോ അതല്ല, അമ്പ്. ഓക്കെ, അതെടുത്തിട്ട് നേരെ ഉന്നം എവിടെ പിടിക്കണം? ഇവിടെ ഈ സർക്കിളിൽ പിടിക്കണം. എത്ര ചാൻസ് ഉണ്ട് അതവിടെ കൊള്ളാൻ? വലിയ ചാൻസ് ഒന്നുമില്ല. കാരണം ഒന്നാമത് ചെറിയ ആരോ, ചെറിയൊരു ബോ, നമ്മുടെ ഉന്നമൊക്കെ കഷ്ടമാണ്. അവിടെ നിന്ന് ഇവിടെ കൊള്ളിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതിനിടയിൽ ഒരു ബീമുണ്ട്, അതുകൊണ്ട് കറക്റ്റ് ഉന്നം വയ്ക്കാൻ പോലും പറ്റത്തില്ല. ഇനി ഇങ്ങനെ സങ്കല്പിച്ച് നോക്കി, കർത്താവ് ചെയ്ത ഓരോ പ്രവൃത്തിയും പെർഫെക്റ്റ് ആയിരുന്നു. അതാണ് ഏകൻ്റെ അനുസരണം. ഓക്കെ, കർത്താവിൻ്റെ കയ്യിൽ 1000 ആരോ ഉണ്ടായിരുന്നു വിചാരിച്ചോ, 1000വും ഈ സ്പോട്ടിൽ തന്നെ കൊണ്ടത്. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. സമ്മതിച്ചോ? ലക്ഷ്യം തെറ്റിപ്പോകുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാപം എന്ന് പറഞ്ഞാൽ എന്താ? ലക്ഷ്യം തെറ്റുക, അമാർത്തിയ, അതാണ് പാപം. അപ്പം നമ്മൾ അവിടെ നിന്ന് ഉന്നം പിടിക്കുമ്പം ഒരെണ്ണം പോലും കർത്താവ് ചെയ്ത പോലെ അല്ല, ലക്ഷ്യം തെറ്റി. അല്ല പിന്നെ ലക്ഷ്യം ചെയ്സ് ചെയ്ത പോലെ എന്നുള്ള ലക്ഷ്യത്തിലോട്ട് വരണം. അത് ദൈവം സമ്മതിക്കില്ല. ദൈവമാകെ ക്രിസ്തു ചെയ്തതുപോലെ എന്നുള്ളൊരൊറ്റ നീതി മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം എവിടെ കൊള്ളിച്ചാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ഈ ചർച്ച് വരയ്ക്കുന്ന വര പോരാ. ചർച്ച് വേണമെങ്കിൽ ഏറിയ മുഴുവൻ വേണം ലക്ഷ്യമാക്കി വെക്കുക, എവിടെയെങ്കിലും കൊള്ളിച്ചോ മക്കളെന്ന് പറയും. ദൈവം അങ്ങനെയല്ല. യേശു കർത്താവിൻ്റെ ആ നീതി അല്ലാതെ വേറൊരു നീതിയും സ്വർഗത്തിൽ ആപ്ലിക്കബിൾ അല്ല. അപ്പം നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ ഞാൻ പുറകിൽ നിന്ന് ആദ്യത്തെ ആരോ എടുത്തു, എന്നിട്ട് പറയാം, കർത്താവെ ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അപ്പോൾ വിശ്വാസമായി. മരിച്ചാലും സാരമില്ല, ഇതാ ഞാൻ ചെയ്യുവാണ്. ഇവിടെ വന്ന് വീണു. ലക്ഷ്യം തെറ്റി. തെറ്റി. അങ്ങനെ 998 ആരോയും അവിടെയോ ഇവിടെയോ എവിടെയോ വീണു. 999 എണ്ണം ഇവിടെ വന്നു കൊണ്ടു. അപ്പോഴും ക്രിസ്തുവിനെ പോലെ ആയിട്ടില്ല. എൻ്റെ ജീവിതം തീർന്നു. എന്നെ ചെറുപ്പകാലത്ത് ബൈബിൾ പഠിപ്പിച്ച ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. ഈ അപ്പച്ചൻ ഭയങ്കര സ്വാത്വികനായൊരു മനുഷ്യനായിരുന്നു. പുള്ളി സുവിശേഷം പറയാൻ വേണ്ടി ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങിപ്പോയി. 2 വേഷം മാത്രമേ പുള്ളിക്കുള്ളൂ, 2 സെറ്റ് ഡ്രസ്സ്. ഒരു സെറ്റ് ഡ്രസ്സ് ഇടും, വെള്ള വസ്ത്രമാണ്, അത് മുഷിയുമ്പോൾ മറ്റേതിട്ടിട്ട് ഇത് അലക്കിയിടും. പുള്ളി തന്നെ അലക്കുള്ളൂ. 2 നേരം നിസ്സാരമായ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. കിടന്നുറങ്ങാൻ തലേണ വേണ്ട, ബെഡ് വേണ്ട, ഒന്നും വേണ്ട. ഒരു പായ നിലത്തോട്ട് വിരിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങിക്കോളും.
പുള്ളിക്ക് സ്വത്തുകളൊന്നും കയ്യിലില്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കും പാവപ്പെട്ട മനുഷ്യനല്ല. പുള്ളി ഒരു ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഗവൺമെൻറ്റിൻ്റെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഇന്ദിരാഗാന്ധിയുടെ കൂടെ വാർധാ ആശ്രമത്തിൽ ഇരുന്ന് നൂല് നോറ്റിട്ടുള്ള ആളാണ്. ഗാന്ധിയുടെ ശിഷ്യനായിട്ട് ജീവിച്ച ആളാണ്. പിന്നീട് റിട്ടയർ ആയി കഴിഞ്ഞിട്ട് മണക്കാല സെമിനാരിൽ പോയി ബീഡി എടുത്തിട്ട് ഷാരോൻ്റെ ചർച്ചിൽ ഒരു ശുശ്രൂഷകനായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അറിയാൻ മനസ്സിലായ ആളെ? മനസ്സിലായില്ല? ഇദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ ബൈബിൾ ടീച്ചർ. പുള്ളി ഇങ്ങനെ വളരെ സ്ലിമ്മായൊരു മനുഷ്യനാണ്. വിറച്ച് അവസാനം കാണുമ്പോൾ ഭയങ്കര വിറയലായിരുന്നു ശരീരത്തിന്. പുള്ളി ഇങ്ങനെ നടക്കും, എൻ്റെ കൂടെ ഞാൻ നടക്കും, ഇങ്ങനെ റോഡിലൂടെ നടക്കും. ആരെ കണ്ടാലും പുള്ളി ഭയങ്കര ബഹുമാനത്തോടെ സംസാരിക്കുള്ളൂ. പുള്ളിയാണ് എന്നെ ബൈബിളിലെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു തന്നാണ് പല വാക്കുകളും. എങ്ങനെയാണ് പീലാത്തോസിന് മുമ്പിൽ കർത്താവ് സൈലൻ്റായി നിന്നും, കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നും, ഇതെല്ലാം പുള്ളി ഭയങ്കര മെഡിറ്റേറ്റീവ് സ്റ്റഡീസാണ്. അപ്പം ഈ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ടും റോഡിലൂടെ നടക്കുമ്പോൾ ഓരോ വീട് ചെല്ലുമ്പോഴൊക്കെയാണ് പുള്ളി ഇത് പറയുന്നത്. അപ്പം ഞാൻ ബൈബിൾ കോളേജൊന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ ബൈബിൾ കോളേജിൽ പോയി. ഇദ്ദേഹമായിട്ടുള്ള കോൺടാക്ട് നഷ്ടപ്പെട്ടു. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നു, അഡ്രസ്സൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അത് മിസ്സായിപ്പോയി ആളെ. വർഷങ്ങൾക്ക് ശേഷം, 20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോട്ടയത്ത് കഞ്ഞിക്കുഴി ചർച്ച് ഓഫ് ഗോഡിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ അപ്പച്ചൻ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഒരു പാസ്റ്ററാണ്. ആ പാസ്റ്റർ നമ്പർ എടുത്ത് ഞാൻ വിളിച്ചപ്പം ആ പാസ്റ്റർ പറഞ്ഞു, ആരോട് ചോദിച്ച് ഞാൻ നമ്പർ എടുത്ത് പുള്ളി വിളിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അപ്പച്ചൻ ഇപ്പോൾ കഞ്ഞിക്കുഴിയിലുണ്ട്, അവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി കാണാൻ പോയപ്പം ഈ അപ്പച്ചൻ 88 വയസ്സുണ്ട്, വടി കുത്തി വിറച്ച് വടി കുത്തി വരുന്നുണ്ട്. ഞാൻ ദൂരേന്ന് കണ്ടപ്പോഴേ പുള്ളി എന്നെ കണ്ടു. മോനെ എന്താ വിശേഷം എന്ന് ചോദിച്ചു. ഞാൻ അത് അപ്പച്ചൻ എന്നെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ ചോദിച്ചപ്പം ആ അപ്പച്ചനോട് പറയുക, കഴിഞ്ഞ 20 വർഷമായിട്ട് നിന്നെ ഓർത്ത് പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ല മോനെ എന്നോട് പറഞ്ഞു. ഞാൻ മറന്നുപോയായിരുന്നു, ഞാൻ വിട്ടേ പോയായിരുന്നു. പുള്ളി അപ്പോഴും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പുള്ളി എറണാകുളത്ത് വന്ന് ഞങ്ങളുടെ കൂടെ ഒരു 2 ആഴ്ച താമസിച്ചു. അപ്പം ഞങ്ങളുടെ ചർച്ചിൻ്റെ മീറ്റിങ്ങിന് നടക്കുക. അപ്പം പുള്ളി ഞാൻ പറഞ്ഞൊരു 15 മിനിറ്റ് സംസാരിക്കാമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. 15 മിനിറ്റ് ഇരുന്നു. 8 മണിക്ക് ഇരുന്ന ആൾ 11:30 ആയിട്ടും തീർന്നില്ല. പുള്ളി നിർത്താഞ്ഞല്ല, നമ്മൾക്ക് നിർത്തിക്കാൻ തോന്നുന്നില്ല. ഇവർ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, അപ്പച്ചൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ഒരു ബൈബിൾ ടീച്ചറായിരുന്നു, ഒരു അപ്പനായിരുന്നു, ഒരു ഭർത്താവായിരുന്നു, ഒത്തിരി റോളുകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിലേതെങ്കിലും ഒരു റോള് ശരിയായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു സമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പച്ചൻ പറയണേ, ഒന്നുമില്ല മോനെ, യേശു അപ്പച്ചൻ ആയിരുന്നു ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഒറ്റ ഡയലോഗ്. യേശു അപ്പച്ചൻ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഭർത്താവല്ലായിരുന്നു. യേശു കർത്താവായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇവാഞ്ചലിസ്റ്റ് അല്ലായിരുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് അതാ, അതിന് താഴെയുള്ളത് വെച്ച് ഒന്നും പുള്ളി കമ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം പോക്കാം. ഇനി നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ വെച്ച് കമ്പയർ ചെയ്ത് നമുക്ക് ആകെ ഒരു ആശ്വാസം. അവനേക്കാളും ഭേദമാണ്, അവൻ ആ പണി ഒപ്പിച്ചല്ലോ, ഞാൻ ഇതുവരെ ആ പണി ഒപ്പിച്ചിട്ടില്ല, എൻ്റെ പണികൾ വേറെയാണ്. എനിക്കത് വലിയ സമാധാനമാണ്. പക്ഷെ ഈ അപ്പച്ചൻ അവസാന കാലം വരെ ഈ യേശു എന്ന ലക്ഷ്യത്തിലേക്ക് നോക്കി ഇങ്ങനെ ഒന്നുമില്ലാത്തവനായിരിക്കുക. അങ്ങനെ ഒരു ദിവസം രാവിലെ എന്നോട് കാണാൻ ചെല്ലാൻ പറഞ്ഞാൽ എനിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. പുള്ളി എന്നെ വിളിച്ചായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കൊച്ചു മക്കളോട് പറയാണ്, അപ്പച്ചൻ്റെ വീട് കണ്ടു കേട്ടോ, ഇന്ന് പോവുക എന്ന് പറഞ്ഞു. നല്ല ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടന്നു, തുണിയെല്ലാം അലക്കി വിരിച്ച് വെയിലത്തിട്ട് രാത്രിയായപ്പോൾ എല്ലാവരെയും വിളിച്ച് കൂട്ടിയിരുത്തിട്ട് വാഴ്ത്തിടുന്നുള്ള പാട്ട് പാടി അങ്ങ് മരിച്ചു. ക്രിസ്തുവിനെ വെച്ച് നോക്കുമ്പോൾ എല്ലാം ലക്ഷ്യം തെറ്റിയവരാ. ഇവിടെ ലക്ഷ്യത്തിൽ തന്നെ കൊള്ളിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കൈവക്കിക്ക്. ഞാനില്ല, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണാൻ വേണ്ടിയായിരുന്നു. അപ്പം പിന്നെ നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ പോകും? പ്രവൃത്തി നോക്കിയാൽ ഒരിടത്തും നമ്മൾ കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ കർത്താവിനോട് ചോദിക്കുക സ്വർഗത്തിലോട്ട് വരുമ്പം, ചേസേ എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ ഓട്ടം? അപ്പം ഞാൻ പറയും, കർത്താവെ മുഴുവൻ പോക്കായിരുന്നു, ഒരു പ്രാവശ്യം പോലും നീ ചെയ്ത പോലൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നീ എന്നെ നരകത്തിൽ വിട്ടാലും
ഞാൻ അർഹതയില്ലാത്തവനാണ്, നരകത്തിൽ പോകാൻ മാത്രമേ എനിക്ക് അർഹതയുള്ളൂ, നിൻ്റെ ഇഷ്ടം പോലെ എന്നെ വിധിച്ചാൽ എനിക്ക് ഒരു പരാതിയുമില്ല, ഒരു ക്ലെയിമില്ല, ഒരു മെറിറ്റില്ല. അപ്പം കർത്താവ് പറയാണ്, മോനെ നിൻ്റെ പ്രവൃത്തി നോക്കിയാൽ നീ എല്ലാം പോക്കാണെങ്കിലും ഞാൻ നിന്നെ നീതീകരിച്ചത് പ്രവൃത്തി നോക്കിയല്ല, നിൻ്റെ ഉന്നം നോക്കിയാണ്. ഫെയ്ത്ത്. ഞാൻ ഞരങ്ങിക്കൊണ്ട് പിന്നെ എഴുന്നേറ്റ് ഉന്നം പിടിക്കും. എൻ്റെ ഉള്ളിൽ ആത്മാവ് കർത്താവിൻ്റെയാണ്. അതുകൊണ്ട് വേറൊരു ലക്ഷ്യത്തിൽ ഞാൻ തൃപ്തനല്ല. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ഉന്നം പിടിക്കുന്ന ആ എയിമിൽ നിന്ന് ഞാൻ മാറാൻ കൂട്ടാക്കുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവുള്ളത്. അപ്പോൾ അവസാനം വരെ ഞാൻ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് പോകുമ്പം പ്രവർത്തിക്കുമ്പോഴെല്ലാം എന്താ സംഭവിക്കുന്നത്? പതുക്കെ പതുക്കെ ക്രിസ്തുവിൻ്റെ സ്വഭാവം എൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അടുത്തടുത്തടുത്തടുത്തടുത്ത് ചെല്ലും. പക്ഷെ ഒരിക്കലും ക്രിസ്തുവിനെ പോലെ ആയിന്ന് വരില്ല. ഇതാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്നത്. ഇതൊരു ഭയങ്കര സമാധാനമാണ്. എത്ര പേർക്ക് മനസ്സിലായത്? ആശ്വാസമായ എത്ര പേരുണ്ട്? ഓക്കെ. ഇനി വേറൊരു ചോദ്യമുണ്ട്. ക്രൂശിലെ കള്ളൻ ആകെ എയ്യാൻ ഒരമ്പേ കിട്ടിയുള്ളൂ. അവൻ്റെ കാര്യം എന്തായിരിക്കും? കർത്താവ് പറഞ്ഞു, രാവിലെ തൊട്ട് പണിയുന്നവനും 5 മണി നേരത്ത് വന്നവനും 9 മണി നേരത്ത് വന്നവനും എല്ലാവർക്കും ഒരേ കൂലി. ഒറ്റ കാര്യമുള്ളൂ, ഫെയ്ത്ത് എന്താണ്, നോട്ടം എന്താണ്. നിങ്ങൾക്ക് ആ പാസ്റ്ററെ പോലെ ആവണോ? 0. നിങ്ങൾക്ക് ചേസിനെ പോലെ ആവണോ? ചേസ് എറിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കൊണ്ടേക്കുന്നത്. അത് നോക്കി നിങ്ങൾ എറിഞ്ഞാൽ അവിടെ പോലും കൊള്ളില്ല. നിങ്ങൾ മനുഷ്യരുടെ നീതി നോക്കി ഓടുവാണോ? മനുഷ്യരെറിഞ്ഞ് ഒരെണ്ണം പോലും കൊള്ളിച്ചിട്ടില്ല. ഇവരെല്ലാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ പ്രവൃത്തി നോക്കി അതിനെ അനുഗമിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉന്നം വെച്ചാൽ അവർ കൊള്ളിച്ചെടുത്ത് പോലും നിങ്ങൾക്ക് കൊള്ളിക്കാൻ പറ്റത്തില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതുകൊണ്ടാണ് ഇന്നൊരു വലിയ നേതാവ് ഉണ്ടായാൽ അയാളായിരിക്കും ഏറ്റവും വലിയ നീതിമാൻ. അതിലും വലിയൊരു നീതിമാൻ ആ സഭയിൽ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ ബൈബിൾ ടീച്ചേഴ്സിനെ നോക്കുക, പാസ്റ്റേഴ്സിനെ നോക്കുക, ശുശ്രൂഷകരെ നോക്കുക, മഹാ ക്രൂസൈഡുകാരെ നോക്കുക. അവരുടെ ചർച്ചിലൊന്നും അവരെക്കാൾ മിടുക്കനായ ഒരാൾ ഉണ്ടായി വരാൻ അവർ അനുവദിക്കില്ല. കാരണം എന്താ? അവരുടെ താഴെ നിൽക്കും അവരുടെ ലക്ഷ്യങ്ങൾ. ക്രിസ്തുവിനെ നോക്കി ഒരുത്തനെ എറിയാൻ ഇവർ സമ്മതിക്കില്ല. അവരെല്ലാം പറയും, എന്നെ നോക്ക്, എൻ്റെ പ്രവൃത്തി നോക്ക്. ഈ സ്വയനീതിയുടെ പ്രസംഗങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ ഉന്നത്തെ മാറ്റിക്കളഞ്ഞു. എത്ര പേര് വിശ്വാസത്താൽ ക്രിസ്തുവിന് ഉന്നം വെച്ചാൽ ജീവിക്കുന്നത് നമ്മുടെ ഇടയിൽ? ആരുമില്ല. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഇടയിൽ. ആരാ അതൊക്കെ ശ്രദ്ധിക്കുന്നേ? ബിക്കോസ് വി ആർ എൻചാൻറ്റഡ് ബൈ ദ വേൾഡ് ആൻഡ് ദ സക്സസ്ഫുൾ പാസ്റ്റേഴ്സ്. ആൾക്കാരെ ഒറ്റ സ്നാപ്പിൽ വീഴിക്കാൻ പറ്റുന്ന അത്ഭുത പ്രവർത്തകരിലേക്ക് ആളുകൾ മയങ്ങിയിരിക്കുകയാണ്. ക്രിസ്തുവിലേക്ക് ആരും നോക്കുന്നില്ല. ഇപ്പോൾ ഏക മനുഷ്യന്റെ അനുസരണം നമുക്ക് എന്തിന് കാരണമായി? ഫെയ്ത്തിന് കാരണമായി, വിശ്വാസത്തിന് കാരണമായി. ഒരൊറ്റ വിശ്വാസത്താൽ ദൈവം എങ്ങനെയാണ് നമ്മളെ നീതീകരിക്കുന്നത്? എങ്ങനെ നീതീകരിക്കുന്നത്? അവൻ്റെ പ്രവൃത്തികളിലൂടെ. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് ഉന്നം വയ്ക്കുന്ന ആരെയാ? ക്രിസ്തുവിനെയാണ്. ബൈ ഹിസ് ഒബീഡിയൻസ് വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? എക്സാമ്പിൾ, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പ്രസംഗം, ഈ പ്രസംഗത്തിന് കർത്താവ് ഒരു മാർക്ക് ഇടുവാണെങ്കിൽ, ഈ പ്രസംഗത്തിന് കർത്താവ് ഒരു മാർക്ക് ഇടുവാണെങ്കിൽ എത്ര മാർക്ക് ഇടും നിങ്ങൾക്ക് പറയാം? ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തിന് കർത്താവ് ഒരു മാർക്ക് ഇടുവാണെങ്കിൽ എത്ര മാർക്ക് കിട്ടും? 0. കാരണം എന്നറിയാം, കർത്താവായിരുന്നു ഇവിടെയെങ്കിൽ, കർത്താവാണ് അമ്പെയ്യുന്നതെങ്കിൽ അവന് നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര ഭാരമായിരിക്കും, നിങ്ങളെക്കുറിച്ചുള്ള വേദനയോടെ ആയിരിക്കും പ്രസംഗിക്കുന്നത്. എനിക്ക് നിങ്ങളോട് അത്രയും വലിയ സ്നേഹമൊന്നുമില്ല, നാളെ വഴി കണ്ട ഓർക്കത്ത് പോലുമില്ല, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അത്ര പറ്റില്ല. അപ്പം എനിക്ക് 0യിൽ കൂടുതൽ ഒന്നിനും അർഹതയില്ല. പിന്നെ ഞാനിവിടെ നിന്നോട് പറയാം, കർത്താവേ ഞാനല്ല, നീയാണ് പ്രസംഗിക്കേണ്ടത്, ഞാനൊന്നുമല്ല, എൻ്റെ ഹിതമല്ല, എന്നെ പുകഴ്ത്താൻ വേണ്ടിയല്ല, എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയല്ല, പിന്നെ വിളിക്കാൻ വേണ്ടിയല്ല, കർത്താവേ നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോണേ എന്ന് പറയുമ്പോൾ ഞാനില്ല, കർത്താവാണ് ചെയ്യുന്നത്. എൻ്റെ ഫെയ്ത്തിലൂടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ മാർക്ക് ആരുടെ മാർക്കാണെന്നറിയോ? ഞാൻ പ്രസംഗിച്ച എൻ്റെ മാർക്കല്ല, കർത്താവ് നിങ്ങളോട് പ്രസംഗിക്കുന്നതിൻ്റെ മാർക്ക് എൻ്റെ അക്കൗണ്ടിൽ ഇടുന്നത്. അതാണ് അവൻ